നമസ്കാരം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് പോകുന്നത് കലാ സാഹിത്യം സംസ്കാരമാണ്. അപ്പൊ ഈ പറയുന്ന ടോപ്പിക് മുഴുവനായിട്ടും ഇന്ന് നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇത് എങ്ങനെയാണ് പഠിക്കാന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. കാരണം ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ എവിടുന്നാ വരുന്നത് പോലും അറിയില്ല. അപ്പം എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ പറയുന്ന കലാ സാഹിത്യം സംസ്കാരം എന്ന് പറയുന്ന ഒരു ടോപ്പിക് അതിൽ നമ്മുടെ സിലബസിൽ പറയുന്ന ഓരോ കാര്യവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ കുറച്ച് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില ഏരിയയിൽ നിന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ചില ഏരിയ മാത്രമായിട്ട് അതിൽ നിന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഏരിയ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അങ്ങനെ മുഴുവനും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ നിൽക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോ ഈ പറയുന്ന പോലെ സാഹിത്യകാരന്മാർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അവരെ പറ്റിയിട്ട്, അതായത് നമുക്ക് ഈ പറയുന്ന സാഹിത്യകാരന്മാരെ പറ്റിയിട്ട് എല്ലാ ആളുകളെ പറ്റിയിട്ട് ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോവുകയും ചെയ്യും. അത് പഠിച്ചെടുക്കാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചെടുത്തു എന്ന് വിചാരിക്കട്ടെ, എന്നാൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും ആയിരിക്കില്ലേ ചോദിക്കുക. അല്ലെ, ഇപ്പൊ അടുത്ത് നടന്ന പരീക്ഷയിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കുഞ്ചൻ നമ്പ്യാരെ പറ്റിയിട്ടും ഉബൈദിനെ പറ്റിയിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എത്രത്തോളം നന്നായിട്ട് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നിൽക്കരുത്. കാരണം നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പോലും നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരണമെന്നില്ല. അപ്പൊ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ പറയുന്ന കലാസാഹിത്യം സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് മാത്രം നോക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ടൈറ്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താ, വേറെ ഒന്നും നോക്കണ്ട, അത് സ്കിപ്പ് ചെയ്യുക. നമ്മൾ നല്ല രീതിയിൽ പഠിച്ച അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കരുത്, ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പാടില്ല, അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചെടുത്തിട്ട് ആൻസർ ചെയ്യും വേണം. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മുടെ കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതിലെ ആദ്യത്തെ ഒരു കലാരൂപമാണ് നമ്മുടെ സോപാന സംഗീതം എന്ന് പറയുന്നത്. സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കയറി വരാറുണ്ട്. അപ്പൊ ഈ സോപാന സംഗീതത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കുറച്ചൊന്ന് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഈ സോപാന സംഗീതത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് ശരിക്കും അറിയില്ലേ, നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു കലാരൂപമാണ് ഇത് സോപാന സംഗീതം എന്ന് പറയുന്നത്. അതായത് സോപാനം എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ഷേത്രത്തിലെ പടികളെയാണ് സോപാനം എന്ന് പറയുന്നത്. ആ പടികളിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് അതിന് എന്ത് പേര് വന്നിട്ടുള്ളത്, സോപാന സംഗീതം എന്ന് പറയുന്ന പേര് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യോപകരണം ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? ഇടയ്ക്കയാണ് സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദ്യോപകരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇലത്താളവും ചേങ്ങിലയും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇതിന് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില ഇതൊക്കെയാണ് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സോപാന സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ സോപാനം എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ഷേത്രത്തിലെ പടികളെയാണ് സോപാനം എന്ന് പറയുന്നത്. ആ പടികളിൽ നിന്ന് അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് അതിനെ സോപാന സംഗീതം എന്ന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതില് പ്രധാന വാദ്യോപകരണം ചോദിച്ചാൽ അതേതാണ്, ഇടയ്ക്കയാണ്. അതുപോലെ തന്നെ ചേങ്ങിലയും ഇലത്താളവും ഒക്കെ എന്തില് ഉപയോഗിക്കാറുണ്ട്, ഈ പറയുന്ന സോപാന സംഗീതത്തിൽ ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിലെ ആലാപന ശൈലി. ആലാപന ശൈലി ചോദിച്ചു കഴിഞ്ഞാൽ ഭാവസംഗീതത്തിലാണ് ഇതിൽ ആലാപന ശൈലി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭാവസംഗീതമാണ് സോപാന സംഗീതത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ആലാപന ശൈലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ കൊടുക്കുന്ന താളങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് ചെമ്പട, അടന്ത, പഞ്ചാരി. ഇത് മുൻ വർഷങ്ങളിൽ ഒരു ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ചെമ്പട എന്ന് പറയുന്നത്. അപ്പൊ ചെമ്പട, അതുപോലെ തന്നെ അടന്ത, പഞ്ചാരി ഈ താളങ്ങളിലൂടെയാണ് ഈ സോപാന സംഗീതം അവിടെ അവതരിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ കഥകളി, അതുപോലെ തന്നെ കൃഷ്ണനാട്ടം എന്നിവയുടെ ഒക്കെ സംഗീത ശൈലി രൂപപ്പെട്ടത് സോപാന സംഗീതത്തിൽ നിന്നാണ്. കഥകളി, അതുപോലെ തന്നെ കൃഷ്ണനാട്ടം ഇതിന്റെ ഒക്കെ സംഗീത ശൈലി രൂപപ്പെട്ടത് എന്തിൽ നിന്നാണ്, സോപാന സംഗീതത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഞെരളത്ത് രാമ പൊതുവാള്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദിച്ചതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഏത്, ഞെരളത്ത് രാമ പൊതുവാളുമായി ബന്ധപ്പെട്ടത്. എന്താണ് ചോദ്യം, ഈ പറയുന്ന സോപാന സംഗീതത്തെ ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ആര് എന്ന് ചോദിക്കാറുണ്ട്. ആരാണത്? ഞെരളത്ത് രാമ പൊതുവാള്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങള് നല്ല രീതിയിൽ പഠിച്ചെടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ ചെയ്താൽ മതി, ഈ പറയുന്ന സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട് പഠിച്ചാൽ മതി. ഇതിലും കൂടുതലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാ, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അങ്ങ് സ്കിപ്പ് ചെയ്യുക. അപ്പൊ ഇത്രയും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്, സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ്. സോപാനം എന്ന് പറഞ്ഞാൽ ക്ഷേത്ര പടികളാണ്. ആ ക്ഷേത്ര പടികളിൽ നിന്ന് വെച്ച് നടക്കുന്ന ഒരു കലാരൂപം ആയതുകൊണ്ടാണ് അതിനെ സോപാന സംഗീതം എന്ന് വിളിക്കുന്നത്.
ഇതിലെ പ്രധാന വാദ്യോപകരണം ചോദിച്ചാൽ അതേതാണ്? ഏതായിരുന്നു? ഇടയ്ക്ക. സോപാന സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദ്യോപകരണമാണ് ഇടയ്ക്ക. അതുപോലെ തന്നെ ചേങ്ങിലയും ഇലത്താളവും ഒക്കെ ഇതിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞതാണ് ഇതിലെ ആലാപന ശൈലി ചോദിച്ചാൽ എന്താണ്? ഭാവസംഗീതമാണ് അല്ലെ? ഭാവസംഗീതത്തിലാണ് ഇതിന്റെ ഒരു ആലാപന ശൈലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന താളം ചോദിച്ചാൽ ഏതൊക്കെയാണ്? ചെമ്പട, അടന്ത, പഞ്ചാരി ഈ താളങ്ങളിലായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതുപോലെ നമ്മുടെ കഥകളി, കൃഷ്ണനാട്ടം തുടങ്ങിയ കലാരൂപങ്ങളില് സംഗീത ശൈലി രൂപപ്പെട്ടത് ഏതിൽ നിന്നാണ്? സോപാന സംഗീതത്തിൽ നിന്നാണ്. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് ആര്? ഞെരളത്ത് രാമപൊതുവാള്. ഞെരളത്ത് രാമപൊതുവാള് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സോപാന സംഗീതം. ഓക്കെ അല്ലേ? അപ്പൊ സോപാന സംഗീതം പഠിച്ചല്ലോ. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കലാരൂപമാണ് കഥകളി എന്ന് പറയുന്നത്. അപ്പൊ കഥകളി, ഈ പറയുന്ന സോപാന സംഗീതം, ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. അതുപോലെ തന്നെ കൂടിയാട്ടം, മുടിയേറ്റം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെയാണ് കൂടുതലായിട്ട് ചോദ്യങ്ങൾ കാണുന്നത്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പൊ നമുക്ക് നോക്കാം കഥകളി. അപ്പൊ കഥകളിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നാട്യങ്ങളുടെ രാജാവ്. നാട്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കഥകളിയാണ്. അതുപോലെ തന്നെ ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നതും ഏതു തന്നെയാണ്? കഥകളിനെയാണ്. ഇനി ഈ ഒരു കഥകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് കഥകളി എന്ന പേരിലല്ല അറിയപ്പെട്ടിരുന്നത്. പണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ മുൻകാല പേരാണ് എന്തെന്ന് പറയുന്നത്? രാമനാട്ടം. രാമനാട്ടം ആയിരുന്നു പിന്നീട് എന്തായിട്ട് മാറിയത്? കഥകളി ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പൊ മുൻകാല പേര്, കഥകളിയുടെ ആദ്യകാല രൂപം ചോദിച്ചാൽ അതെന്താണ്? രാമനാട്ടം. കഥകളിയുടെ ആദ്യകാല രൂപം എന്താണ്? രാമനാട്ടം. അതുപോലെ കഥകളിയുടെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇതിലെ വേഷങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് നോക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതായത് ഇതിൽ പറയുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള വേഷങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ വരുന്ന ഒരു വേഷമാണ് പച്ച എന്ന് പറയുന്നത്. അപ്പൊ പച്ച വേഷം സാധാരണയായിട്ട് ഏത് കഥാപാത്രങ്ങൾക്കാണ് കൊടുക്കാറുള്ളത് എന്ന് ചോദിച്ചാല് നായകന്മാർക്കാണ് കേട്ടോ. അതായത് പ്രത്യേകിച്ച് ധീരന്മാരായിട്ടുള്ള സൽഗുണ സമ്പന്നരായിട്ടുള്ള നായകന്മാർക്കാണ് പച്ച വേഷങ്ങൾ കൊടുക്കാറുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അർജുനൻ, കർണൻ, നളൻ അവർക്കൊക്കെ കൊടുക്കുന്നത് ഏതാണ്? പച്ച വേഷമാണ്. ഓക്കെ, അപ്പൊ പച്ച എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലല്ലേ നല്ലൊരു ചിത്രം ഓർമ്മയിൽ വന്നാൽ മതി. നായകന്മാരൊക്കെ കാണിക്കുന്ന ആ ഒരു കളറാണ് അല്ലെങ്കിൽ പച്ച എന്ന് പറയുന്നത് ആലോചിച്ചാൽ മതി. അതുപോലെ കത്തിയാണെങ്കിൽ എങ്ങനെയായിരിക്കും? കത്തി എന്ന് പറയുമ്പോൾ നമുക്കറിയില്ലേ, വില്ലൻ കഥാപാത്രങ്ങളാണ്. വില്ലൻ കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വേഷമാണ് ഏത്? കത്തി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ രാവണൻ, ദുര്യോധനൻ അവർക്കൊക്കെ കൊടുക്കുന്ന വേഷം ഏതാണ്? കത്തിയാണ്. അപ്പൊ പച്ച എന്ന് കേട്ടാൽ നായകന്മാരാണെന്ന് ഓർത്തു വെക്കുക. കത്തിയാണെങ്കിലോ വില്ലൻ കഥാപാത്രങ്ങൾ അല്ലെ? വില്ലൻ കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്നതാണ്. ഇനി കരിയാണെങ്കിലോ പ്രത്യേകിച്ച് ശൂർപ്പണഖയ്ക്കൊക്കെ കൊടുക്കുന്നത് ഏതാണ്? കരി വേഷമാണ്. അതായത് രാക്ഷസ വേഷങ്ങളൊക്കെയാണ് ഏതിൽ ഉൾപ്പെടുന്നത്? കരി വേഷത്തിൽ ഉൾപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ പച്ചയാണെങ്കില് നായകന്മാര്, കത്തിയാണെങ്കിലോ വില്ലൻ കഥാപാത്രങ്ങള്, കരിയാണെങ്കിൽ രാക്ഷസ കഥാപാത്രങ്ങളാണ്. ഇനി താടി പറയുന്നത് മറ്റൊരു വേഷമാണ്. ഈ താടിയിൽ തന്നെ 3 തരം താടിയുണ്ട്. ചുവന്ന താടി, വെളുത്ത താടി, കറുത്ത താടി. അവിടെ ചുവന്ന താടി എന്ന് പറഞ്ഞാല് ക്രൂരന്മാരായിട്ടുള്ള കഥാപാത്രങ്ങളെ കാണിക്കാനായിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ വെള്ളത്താടിയാണെങ്കിൽ ഹനുമാനാണ്. വെള്ളത്താടി ഏത് കഥാപാത്രത്തെയാണ് കാണിക്കുന്നത്? ഹനുമാനെ കാണിക്കുന്ന ഒരു വേഷമാണ് ഏത്? വെളുത്ത താടി എന്ന് പറയുന്നത്. കറുത്ത താടിയാണെങ്കിൽ കാട്ടാളന്മാരാണ്. കറുത്തത് കാട്ടാളന്മാരാണ്. അപ്പൊ ചുവന്ന താടിയാണെങ്കിൽ ക്രൂരന്മാരായിട്ടുള്ള കഥാപാത്രങ്ങളെ കാണിക്കാനും, വെളുത്ത താടിയാണെങ്കിൽ ഹനുമാനെ കാണിക്കാനും, കറുത്ത താടിയാണെങ്കിൽ കാട്ടാളന്മാരെയാണ് കാണിക്കുന്നത്. ഇനി മിനുക്ക്, കഥകളിയിലെ മിനുക്ക് എന്ന് പറയുന്ന വേഷം ആർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഏത് കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഈ പറയുന്ന സ്ത്രീകള്, മുനിമാര്, ബ്രാഹ്മണര് എന്നിവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ആ കഥാപാത്രം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേഷമാണ് ഏത്? മിനുക്ക് എന്ന് പറയുന്നത്. അപ്പൊ മിനുക്ക് ആണെങ്കിൽ ആരൊക്കെയാണ്? സ്ത്രീകള്, മുനിമാര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ത്രീകളെ കാണിക്കുന്ന കഥകളിയിലെ വേഷം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? മിനുക്കാണ് അല്ലെ? സ്ത്രീകളല്ലേ കുറച്ച് മിനിങ്ങി നടക്കുക, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ സ്ത്രീകളെ കാണിക്കുന്നത് ഏതാണ്? മിനുക്കാണ്. നമുക്ക് ഒന്നും കൂടി നോക്കാം അതിലെ വേഷങ്ങള്. ആദ്യം നമ്മൾ പറഞ്ഞത് ഏതാണ്? പച്ചയാണ് അല്ലെ? പച്ച എന്ന് പറഞ്ഞാല് നായകന്മാരെ കാണിക്കാനാണ്. പച്ച എന്ന് പറഞ്ഞാൽ നായകന്മാരാണ്. കത്തിയാണെങ്കിലോ? കത്തി വില്ലൻ കഥാപാത്രങ്ങളാണ് അല്ലെ? വില്ലൻ കഥാപാത്രങ്ങളാണ്. കരിയാണെങ്കിലോ? കരി രാക്ഷസ കഥാപാത്രങ്ങളാണ്. കരി എന്ന് പറഞ്ഞാല് രാക്ഷസ കഥാപാത്രമാണ്. താടിയാണെങ്കിൽ 3 തരം താടിയുണ്ട് അല്ലെ? അതിലെ ചുവന്ന താടിയാണെങ്കിലോ ഏതായിരുന്നു ചുവന്ന താടി? ക്രൂരന്മാരായ കഥാപാത്രങ്ങളെ കാണിക്കാനാണ് അല്ലെ? ചുവന്ന താടി ക്രൂരന്മാരായ കഥാപാത്രങ്ങളാണ്. വെളുത്ത താടിയാണ് ഹനുമാന്. വെളുത്ത താടി ഹനുമാനെ കാണിക്കാനും, കറുത്ത താടിയാണെങ്കിൽ കാട്ടാളന്മാരെയാണ് കാണിക്കുന്നത്.
മിനുക്കാണെങ്കിൽ സ്ത്രീകള്, മുനിമാര് അവരെയൊക്കെ കാണിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? മിനുക്ക് ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് ഈ കഥകളിയിൽ ഉപയോഗിക്കുന്ന മുദ്രകളെ പറ്റിയിട്ടൊക്കെയാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ പറയുന്ന കഥകളിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവൂലേ, ഇവിടെ എന്താണ് നടന്മാരാരൊന്നും സംസാരിക്കാറില്ല. നടന്മാര് അവിടെ സംസാരിക്കാറില്ല. അവരെങ്ങനെയാണ് കൈമുദ്രകളൊക്കെ കാണിച്ചിട്ടാണ് അവതരിപ്പിക്കുന്നത് അല്ലെ ഓരോ കാര്യങ്ങളും. അപ്പൊ ഇവിടെ കൊടുക്കുന്ന കൈമുദ്രകൾ എന്ന് പറഞ്ഞാല് 24 പ്രധാന മുദ്രകളാണ് കഥകളിയിൽ ഉപയോഗിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിലെ കഥകളിൽ ഉപയോഗിക്കുന്ന മുദ്രകളുടെ എണ്ണം എത്രയാണ്? 24 കൈമുദ്രകളാണ്. 24 പ്രധാന കൈമുദ്രകളാണ് എവിടെ ഉപയോഗിക്കുന്നത്? കഥകളിയിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നവരസങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും അവിടെ അവതരിപ്പിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവരുടെ അവതരണം എന്ന് പറഞ്ഞാൽ സംസാരത്തോടുള്ള അവതരണമല്ല, കൈമുദ്രകളും അതുപോലെ തന്നെ മുഖഭാവങ്ങളിൽ നവരസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇതിലെ ഓരോ അവതരണവും എന്ന് പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇവിടെ അല്ലെങ്കിൽ കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ. പരീക്ഷയിൽ ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കഥകളിയിലെ വാദ്യോപകരണങ്ങൾ. ഒന്ന് പഠിച്ചു വെച്ചേക്ക. ചെണ്ട, മദ്ദളം, ഇലത്താളം, ചേങ്ങില. ഒരു പാട്ട് പോലെ അങ്ങ് പഠിച്ചാൽ മതി. ചെണ്ട, മദ്ദളം, ഇലത്താളം, ചേങ്ങില. ചെണ്ട, മദ്ദളം, ഇലത്താളം, ചേങ്ങില. ഇതാണ് കഥകളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ചെണ്ട, ചേങ്ങില, മദ്ദളം, ഇലത്താളം. ചെണ്ട, ചേങ്ങില, മദ്ദളം, ഇലത്താളം. അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. ചെണ്ട, ചേങ്ങില, മദ്ദളം, ഇലത്താളം. അതാണ് കഥകളിയിലെ പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് കഥകളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞില്ലേ, നാട്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് കഥകളി. അതുപോലെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ തിയേറ്റർ. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? കഥകളിയാണ്. അതുപോലെ കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ്? നമ്മൾ മുന്നേ പഠിച്ച സോപാന സംഗീതം. അപ്പൊ കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ചോദിച്ചാൽ അതേതാണ്? സോപാന സംഗീതമാണ്. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം. അതുപോലെ തന്നെ ഈ പറയുന്ന കഥകളിയെ നമ്മൾ മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരുണ്ട്. എന്താണ്? വെട്ടത്ത് സമ്പ്രദായം. നമ്മുടെ കഥകളിയുടെ ആദ്യകാല രൂപം എന്ന് പറഞ്ഞാല് രാമനാട്ടമാണ്. അതുപോലെ ഇത് മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ഏത്? വെട്ടത്ത് സമ്പ്രദായം. അപ്പൊ വെട്ടത്ത് സമ്പ്രദായം എന്നറിയപ്പെട്ടിരുന്ന കലാരൂപം ഏത്? അതുപോലെ തന്നെ രാമനാട്ടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കലാരൂപം ഏത്? ഇതൊക്കെ ചോദിച്ചാൽ ഏതാണ്? കഥകളിയാണ്. ഓക്കെ. ഇനി കഥകളിയിൽ നടക്കുന്ന ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഇതും സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടിട്ടുള്ള മറ്റൊരു ഭാഗമാണ് കഥകളിയുമായി ബന്ധപ്പെട്ട്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കഥകളിയിലെ ആദ്യ ചടങ്ങ് ഏതാണ്? കഥകളിയിലെ ആദ്യ ചടങ്ങ് എന്ന് പറയുന്നത് ഏതാണ്? കേളികൊട്ടാണ് അല്ലെ? എല്ലാവരും കൊട്ടിപ്പാടി അറിയിക്കാൻ ആലോചിച്ചാൽ മതി. അപ്പൊ കഥകളിയിലെ ആദ്യ ചടങ്ങ്, കഥകളി നടക്കുമ്പോൾ നടത്തുന്ന ആദ്യത്തെ ചടങ്ങ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കേളികൊട്ട്. കേളികൊട്ട് കൊട്ടിയിട്ട് എല്ലാവരും അറിയിക്കണം കഥകളി നടക്കാൻ പോകുന്നുണ്ട് എന്ന്. ഇനി അടുത്തത് കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന ഒരു നൃത്തമുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പുറപ്പാട്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ഈ ഒരു പുറപ്പാട് എന്ന് പറഞ്ഞാല് ഈ കഥകളി തുടങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന നൃത്തമാണ്. എന്നാൽ കഥകളിയിൽ നടക്കുന്ന ആദ്യത്തെ ചടങ്ങ് ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? അത് കേളികൊട്ടാണ്. കഥകളിയിലെ ആദ്യ ചടങ്ങ് കേളികൊട്ടാണ്. എന്നാൽ കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം ചോദിച്ചാലാണ് അതെന്ത്? പുറപ്പാട് എന്ന് പറയുന്നത്. ഇനി കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായിട്ട് ആലപിക്കുന്ന ഒരു ഗാനമുണ്ട്. അതേതാണ്? അതാണ് തിരനോട്ടം എന്ന് പറയുന്നത്. അപ്പൊ കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായിട്ട് ആലപിക്കുന്ന ഗാനം ഏതാണ്? തിരനോട്ടം. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് ആലപിക്കല്ലേ, അപ്പൊ അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടാണ് പാടുന്നത് എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ കഥകളിയിൽ അല്ലെങ്കിൽ കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായിട്ട് ആലപിക്കുന്ന ഗാനം ഏതാണ്? തിരനോട്ടമാണ്. ഇനി കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ് അറിയപ്പെടുന്ന പേരാണ് എന്താ? ധനാശി എന്ന് പറയുന്നത് അല്ലെ? ധനാശി പാടുക മലയാളത്തിൽ പഠിച്ച ശൈലിയാണ്. എന്താണ്? അവസാനിപ്പിക്കലാണ്. അപ്പൊ ധനാശി എന്ന് കേട്ടാൽ മനസ്സിലാക്കുക അതെന്താണ്? അവസാനം എന്നുള്ളൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആലോചിക്കുക. അപ്പൊ ധനാശി പാടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനിപ്പിക്കലാണ്. അതായത് കഥകളിയിലെ അവസാന ചടങ്ങാണ് എന്ത് എന്ന് പറയുന്നത്? ധനാശി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങൾ ചടങ്ങുമായി ബന്ധപ്പെട്ട് അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാം. നമ്മൾ പറഞ്ഞത് കഥകളിയിലെ ആദ്യ ചടങ്ങ്. കഥകളിയിലെ ആദ്യ ചടങ്ങ് ഏതാണ്? കേളികൊട്ട്. കഥകളിയിലെ ആദ്യ ചടങ്ങ് കേളികൊട്ട്. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം ഏത് എന്ന് ചോദിച്ചാലാണ് അത് പുറപ്പാട്. പുറപ്പാടാണ് നൃത്തം എന്ന് പറയുന്നത്. അതുപോലെ ആരംഭിക്കുമ്പോൾ കഥകളി ആരംഭിക്കുമ്പോൾ ആലപിക്കുന്ന ഗാനം ചോദിച്ചാൽ അതേതാണ്? തിരനോട്ടം. തിരനോട്ടം. കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങാണെങ്കിലോ അത് ധനാശി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞതാണ് അല്ലെ കഥകളിയിൽ മുദ്രകളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ കഥകളിക്ക് അല്ലെങ്കിൽ കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. അതേതാണ്?
ഹസ്തലക്ഷണ ദീപികയാണ്. ഹസ്തലക്ഷണ ദീപിക എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? എന്തുമായാണ്? കഥകളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കഥകളിയിൽ ഈ പറയുന്ന രീതിയിലുള്ള മുദ്രകളാണ് ഉപയോഗിക്കുന്നത്. 24 മുദ്രകളാണ് ഏതിൽ പറയുന്നത്? ഹസ്തലക്ഷണ ദീപികയിൽ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഹസ്തലക്ഷണ ദീപികയിൽ പറയുന്നത് എത്ര മുദ്രകളാണ്? 24 മുദ്രകള്. ക്ലിയർ? ഇനി അടുത്തത് നമ്മൾ ഈ പറഞ്ഞ രാമനാട്ടം ഉണ്ടല്ലോ, ഈ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവാണ് ആരെന്ന് പറയുന്നത്? കൊട്ടാരക്കര തമ്പുരാൻ എന്ന് പറയുന്നത്. എന്നാൽ കഥകളിയുടെ ഉപജ്ഞാതാവ് എന്ന് ചോദിച്ചാൽ അത് കോട്ടയത്ത് തമ്പുരാനാണ് കേട്ടോ, ഓർത്തു വെക്കണം. അതായത് കഥകളിയുടെ ആദ്യകാല രൂപമാണ് ഏത്? രാമനാട്ടം എന്ന് പറയുന്നത്. അപ്പൊ അത് ശരിക്കും കൊണ്ടുവന്നത് ആരാണ്? അത് കൊട്ടാരക്കര തമ്പുരാനാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവാണ് ആരെന്ന് പറയുന്നത്? കൊട്ടാരക്കര തമ്പുരാന്. എന്നാൽ കഥകളിയുടെ, അല്ലെങ്കിൽ അത് മാറിയ ശേഷം കഥകളിയുടെ ഉപജ്ഞാതാവ് ചോദിച്ചാൽ അത് കോട്ടയത്ത് തമ്പുരാനാണെന്ന് ഓർത്തു വെക്കാം. ഓക്കെ, മാറിപ്പോകരുത്. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് കൊട്ടാരക്കര തമ്പുരാന്. ശരിക്കും അദ്ദേഹമാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അത് പിന്നീട് എന്തായി മാറി? കഥകളിയായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ കഥകളിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? കോട്ടയത്ത് തമ്പുരാനാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി? കഥകളിയുമായി ബന്ധപ്പെട്ട് ഓർത്തു വെച്ചാൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. കഥകളിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? നാട്യങ്ങളുടെ രാജാവ് അല്ലെ? നാട്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് കഥകളി. അതുപോലെ തന്നെ കഥകളിയുടെ ആദ്യകാല രൂപമായിരുന്നു ഏത്? രാമനാട്ടം എന്ന് പറയുന്നത്. അതിലെ പ്രധാന വേഷങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പച്ച എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? നായകന്മാരാണ് അല്ലെ? നായകന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. കത്തിയാണെങ്കിലോ? കത്തിയാണെങ്കിൽ വില്ലൻ കഥാപാത്രങ്ങളാണ് അല്ലെ? വില്ലൻ കഥാപാത്രങ്ങളെ കാണിക്കാനായിട്ടാണ് കത്തി ഉപയോഗിക്കുന്നത്. കരിയാണെങ്കിലോ? രാക്ഷസ കഥാപാത്രങ്ങളെ ഉപയോഗിക്കാനായിട്ടാണ് കരി ഉപയോഗിക്കുന്നത്. ഇനി താടിയാണെങ്കിൽ അവിടെ 3 താടി നമ്മൾ പറഞ്ഞു അല്ലെ? ഏതൊക്കെയാണ്? ചുവന്ന താടിയുണ്ട്, അതുപോലെ തന്നെ വെളുത്ത താടി, കറുത്ത താടി. ചുവന്ന താടിയാണെങ്കിലോ? ക്രൂരന്മാരായ കഥാപാത്രങ്ങളെ കാണിക്കാനും, അതുപോലെ വെളുത്ത താടിയാണെങ്കിലോ? വെള്ളത്താടി ഹനുമാൻ അല്ലെ? ഹനുമാനെ കാണിക്കാനായിട്ടാണ്. കറുത്ത താടിയാണെങ്കിൽ കാട്ടാളന്മാരെ കാണിക്കാനായിട്ടാണ്. ഇനി മിനുക്ക് എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ വരണം സ്ത്രീകളാണ്, അതുപോലെ തന്നെ മുനിമാരെ, ഇവരെയൊക്കെ കാണിക്കാനാണ് മിനുക്ക് എന്ന് പറയുന്ന വേഷം കൊടുക്കുന്നത്. ഇനി ഇവിടത്തെ അഭിനയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കൈമുദ്രകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ കൈമുദ്രകളുമായി ബന്ധപ്പെട്ട് 24 പ്രധാന മുദ്രകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലെ വാദ്യോപകരണങ്ങൾ പറയുകയാണെങ്കിൽ ഏതൊക്കെയായിരുന്നു? ചെണ്ട, ചേങ്ങില, മദ്ദളം, ഇലത്താളം. ചെണ്ട, ചേങ്ങില, മദ്ദളം, ഇലത്താളമാണ് ഇതിലെ പ്രധാന വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? കഥകളിയാണ്. ഇനി കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ചോദിച്ചാൽ അതേതാണ്? സോപാന സംഗീതവുമാണ്. വെട്ടത്ത് സമ്പ്രദായം എന്നറിയപ്പെടുന്ന കലാരൂപം ചോദിച്ചാലും അത് ഏത് തന്നെയാണ്? കഥകളി തന്നെയാണ്. ഇനി കഥകളിയിലെ ചടങ്ങുമായി ബന്ധപ്പെട്ട് കഥകളിയിലെ ആദ്യത്തെ ചടങ്ങ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കേളികൊട്ട്. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന ചടങ്ങാണെങ്കിലോ അതേതായിരുന്നു? പുറപ്പാടാണ് അല്ലെ? പുറപ്പാടാണ്. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായിട്ട് ആലപിക്കുന്ന ഗാനം ഏതാണ്? അത് തിരനോട്ടമാണ് അല്ലെ? തിരനോട്ടമാണ്. ഇനി കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങാണെങ്കിലോ അത് ധനാശിയാണ്. കിട്ടുന്നുണ്ടല്ലോ. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു ഗ്രന്ഥത്തെ പറ്റിയിട്ടാണ് അല്ലെ? കഥകളിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. അതാണ് ഇത് ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപികയിലെ മുദ്രകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 24 മുദ്രകളാണുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാ? അവിടെ ഓർത്തു വെക്കാം. ഇനി നമുക്ക് അടുത്ത ഒരു കലാരൂപമാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. അപ്പൊ മോഹിനിയാട്ടം ഒന്നും ഇത്രയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ചോദിച്ചിട്ടുള്ള ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് മാത്രം അങ്ങ് പഠിച്ചു വെച്ചാൽ മാത്രം മതി. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന ഭാവം എന്ന് പറയുന്നത് ഏതാണ്? ലാസ്യമാണ്. ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ലാസ്യഭാവത്തിൽ അരങ്ങേറുന്ന ഒരു കലാരൂപം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? മോഹിനിയാട്ടം. അപ്പൊ ലാസ്യഭാവത്തിൽ അരങ്ങേറുന്ന ഒരു കലാരൂപമാണ് ഏത്? മോഹിനിയാട്ടം എന്ന് പറയുന്നത്. ഇനി മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കല്യാണിക്കുട്ടിയമ്മയാണ് അല്ലെ? കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ലാസ്യഭാവത്തിൽ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കല്യാണിക്കുട്ടിയമ്മയാണ്. ഇനി മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതം ചോദിച്ചാൽ അതേതാണ്? അത് കർണാട്ടിക് സംഗീതമാണ്. കഥകളിയിൽ നമ്മൾ സോപാന സംഗീതമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന സംഗീതം ചോദിച്ചാൽ അതേതാണ്? കർണാട്ടിക് സംഗീതം. കർണാട്ടിക് സംഗീതമാണ് മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന സംഗീതം എന്ന് പറയുന്നത്. ഇനി മോഹിനിയാട്ടത്തിന് അല്ലെങ്കിൽ മോഹിനിയാട്ടത്തിന്റെ പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതി
ഏതാണത്? നമ്മൾ ഹസ്തലക്ഷണ ദീപിക എന്തിലാ പറഞ്ഞത്? കഥകളിയുമായി ബന്ധപ്പെട്ട് അതിന്റെ മുദ്രകൾ കാണിക്കുന്ന പുസ്തകമാണ് അല്ലെ. എന്നാൽ ഈ മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഗ്രന്ഥമാണ് ഏത്? വ്യവഹാരമാല. വ്യവഹാരമാല എന്തുമായി ബന്ധപ്പെട്ടതാണ്? മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ടതാണ്. മോഹിനിയാട്ടത്തിന്റെ പ്രമാണമായി കണക്കാക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ഏത്? വ്യവഹാരമാല എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ലാസ്യഭാവത്തിൽ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപം. ഏതാണ്? മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആരാണ്? കല്യാണിക്കുട്ടിയമ്മ അല്ലെ. കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഇനി മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതം ചോദിച്ചാലോ? അതേതാണ്? സോപാനമാണോ? അല്ലല്ലേ. സോപാന സംഗീതം എവിടെയാ ഉപയോഗിക്കുന്നത്? കഥകളിയിലാണ്. അങ്ങനെയാണെങ്കിൽ മോഹിനിയാട്ടത്തിന് ഏതാണ്? കർണാട്ടിക് സംഗീതം അല്ലെ. കർണാട്ടിക് സംഗീതമാണ് മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതം എന്ന് പറയുന്നത്. ഇനി മോഹിനിയാട്ടത്തിന്റെ പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതി ചോദിച്ചാലോ? അതാണ് വ്യവഹാരമാല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് കൂത്താണ്. മറ്റൊരു കലാരൂപമാണ് കൂത്ത് എന്ന് പറയുന്നത്. നമുക്കറിയില്ലേ, കൂത്ത് സാധാരണയായിട്ട് ആരാണ് അവതരിപ്പിക്കാറുള്ളത്? ചാക്യാരാണ് അല്ലെ. ഈ കല അവതരിപ്പിക്കുന്നത് ചാക്യാർ എന്ന് പറയുന്ന സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ചാക്യാർ കൂത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ചാക്യാരാണ് കൂത്ത് അവതരിപ്പിക്കാറുള്ളത്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? ചാക്യാർ കൂത്ത് എന്നറിയപ്പെടുന്നത്. ഇനി ഇത് സാധാരണയായിട്ട് എവിടെയാണ് അവതരിപ്പിക്കാറുള്ളത്? കൂത്തമ്പലങ്ങൾ ഉണ്ട് അല്ലെ. കൂത്തമ്പലങ്ങളിലാണ് സാധാരണയായിട്ട് കൂത്ത് അവതരിപ്പിക്കാറുള്ളത്. ഇനി ഇത് എങ്ങനെയൊക്കെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാല്, നമ്മുടെ രാമായണം, മഹാഭാരതം തുടങ്ങിയിട്ടുള്ള ഇതിഹാസങ്ങളിൽ നിന്നുള്ള കഥകളെ ആസ്പദമാക്കി രചിച്ച പ്രബന്ധങ്ങളാണ് കൂത്തില് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിനെ പ്രബന്ധ കൂത്ത് എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. അതും മുൻ വർഷങ്ങളിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രബന്ധ കൂത്തുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന രാമായണം, അതുപോലെ മഹാഭാരതം, അങ്ങനെയുള്ള ഇതിഹാസങ്ങളിൽ നിന്നുള്ള കഥകളെ ആസ്പദമാക്കിയിട്ടാണ് പ്രബന്ധങ്ങളൊക്കെ രചിക്കുന്നത്. അതാണ് എന്തായിട്ട് അവതരിപ്പിക്കുന്നത്? കൂത്തില് അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഇനി സാധാരണ നമുക്കറിയാം കൂത്ത് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? നർമ്മം കലർത്തിക്കൊണ്ടുള്ള അവതരണ ശൈലിയാണ് എവിടെ അവതരിപ്പിക്കാറുള്ളത്? ഈ കൂത്തില് അവതരിപ്പിക്കാറുള്ളത്. ഇനി കൂത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ ഏതാണ്? മിഴാവ്, അതുപോലെ തന്നെ ഇലത്താളം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിഴാവാണ്. പലപ്പോഴും പരീക്ഷയിൽ കൂത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഏത് എന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ മിഴാവ് മാത്രമാണ് കാണാറുള്ളത്. പക്ഷെ ഇലത്താളവും ഉണ്ട് ട്ടോ, ഓർത്തു വെക്കണം. മിഴാവ്, ഇലത്താളം. അപ്പൊ ഇങ്ങനെയുള്ള വാദ്യോപകരണം ഒക്കെ മാറിപ്പോകരുത്. ഒക്കെ എന്ത് ചെയ്യുക? ഒരുമിച്ച് അങ്ങ് അടുത്തടുത്തായിട്ട് എഴുതി വെക്കാം. ഇപ്പൊ കഥകളിയിലാണെങ്കിലും അല്ലെങ്കിൽ സോപാന സംഗീതത്തിലാണെങ്കിലും മറ്റുള്ളതിലൊക്കെ ആണെങ്കിലും ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് അടുത്തടുത്ത് എഴുതി വെക്കാം. അപ്പൊ പിന്നെ മാറിപ്പോവില്ല. ഓക്കെ, അപ്പൊ ഓർത്തു വെക്കേണ്ടത് കൂത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യോപകരണം ഏതാണ്? മിഴാവാണ്. അതുപോലെ തന്നെ ഇലത്താളവും ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്തത് കൂത്തുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട കൂത്തുകൾ എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചാക്യാർ കൂത്തുണ്ട്, അതുപോലെ തന്നെ നങ്ങ്യാർ കൂത്തുണ്ട്. പിന്നെ ഈ കൂത്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഏത്? കൂടിയാട്ടം എന്ന് പറയുന്നത്. കൂടിയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം കഥാപാത്രങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു നാടക രൂപമാണ് ഏത്? കൂടിയാട്ടം എന്ന് പറയുന്നത്. അതവിടെ ഓർത്തു വെക്കുക. അതിന് മുന്നേ ആയിട്ട് നമ്മൾ പറഞ്ഞ ചാക്യാർ കൂത്താണ്. ഇപ്പൊ ചാക്യാർ കൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതെന്താണ്? ഒരു ഏകാംഗ അവതരണമാണ്. അവിടെ ചാക്യാര് മാത്രമായിരിക്കും എന്ത് ചെയ്യുക? ഈ ഒരു കലാരൂപം അവതരിപ്പിക്കുക. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഏകാംഗ അല്ലെ. ഒറ്റയ്ക്കാണ് അത് അവതരിപ്പിക്കുന്നത്, വേറെ ആരും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ചാക്യാർ കൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകാംഗ അവതരണമായിരിക്കും. എന്നാൽ നങ്ങ്യാർ കൂത്ത്, നങ്ങ്യാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, ചാക്യാരുടെ സ്ത്രീലിംഗ രൂപമാണ് നങ്ങ്യാർ എന്ന് പറയുന്നത്. അപ്പൊ നങ്ങ്യാർ കൂത്ത് ആരായിരിക്കും അവതരിപ്പിക്കുക? സ്ത്രീകളാണ് അല്ലെ. സ്ത്രീകളാണ് നങ്ങ്യാർ കൂത്ത് അവതരിപ്പിക്കുക. ഓക്കെ, അപ്പൊ സ്ത്രീകള് അവതരിപ്പിക്കുന്നതാണ് ഏത്? നങ്ങ്യാർ കൂത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിലെ കൂത്തുകളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ കൂത്ത് എന്ന് പറയുമ്പോൾ കൂത്തമ്പലങ്ങളിലാണ് നടക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു അവതരണം ചോദിച്ചാൽ എങ്ങനെയാണ്? ഈ പറയുന്ന രാമായണം, മഹാഭാരതം തുടങ്ങിയിട്ടുള്ള ഇതിഹാസങ്ങളിൽ നിന്നുള്ള കഥകളെ ആസ്പദമാക്കിയിട്ട് തയ്യാറാക്കുന്ന പ്രബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നടത്തുന്ന ഒരു കലാരൂപമാണ് കൂത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യോപകരണം ഏതാണ്? മിഴാവാണ്. അതുപോലെ തന്നെ ഇലത്താളം ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ചാക്യാർ കൂത്ത് അല്ലെ. ചാക്യാർ കൂത്ത് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഒറ്റയ്ക്കുള്ള അവതരണമാണ്, ഏകാംഗ അവതരണമാണ് ചാക്യാർ കൂത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകള് അവതരിപ്പിക്കുന്നതാണെങ്കിൽ അതെന്താണ്? നങ്ങ്യാർ കൂത്താണ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കൂടിയാട്ടമാണ്. കൂടിയാട്ടവും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആവശ്യമുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരുന്നാൽ മതി. ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്? സ്റ്റേറ്റ്മെന്റിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എപ്പോഴും പരീക്ഷയിൽ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ അങ്ങനെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കൂടിയാട്ടത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യുനെസ്കോ ലോക
പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ആദ്യ കലാരൂപമാണ് ഏത്? കൂടിയാട്ടം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ കലാരൂപം ചോദിച്ചാൽ അതേതാണ്? ഏതാണ്? കൂടിയാട്ടമാണ് അല്ലെ. 2001 ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ കൂടിയാട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന വർഷം ചോദിച്ചാൽ എന്നാണ്? 2001. 2001 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഏതിനെ? കൂടിയാട്ടം എന്ന് പറയുന്ന കലാരൂപത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ? ആ വാക്കിന്റെ അർത്ഥം കൂടിയാടുകയാണ് അല്ലെ. കൂടിയാടുക, അതായത് ചാക്യാരും നങ്ങ്യാരും മറ്റു കഥാപാത്രങ്ങളൊക്കെ കൂടിച്ചേർന്ന് ആടുന്ന ഒരു കലാരൂപമാണ് ഏത്? കൂടിയാട്ടം എന്ന് പറയുന്നത്. ഇനി ഇവിടത്തെ അല്ലെങ്കിൽ കൂടിയാട്ടത്തിലെ പ്രധാനപ്പെട്ട വാദ്യോപകരണമാണ് ഏത്? മിഴാവ് എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. കൂടിയാട്ടത്തിലെ പ്രധാനപ്പെട്ട വാദ്യോപകരണം ഏതാണത്? മിഴാവ്. കൂടിയാട്ടത്തിലെ പ്രധാനപ്പെട്ട വാദ്യോപകരണം ഏതാണ്? മിഴാവ്. അതുപോലെ തന്നെ ഇലത്താളം, ഇടയ്ക്ക, ശംഖ്, കുറുങ്കുഴൽ ഇതൊക്കെ എന്തിൽ ഉപയോഗിക്കാറുണ്ട്? എവിടെ ഉപയോഗിക്കാറുണ്ട്? കൂടിയാട്ടത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാദ്യോപകരണം ചോദിച്ചാൽ അത് മിഴാവാണ്. ഇലത്താളവും ഇടയ്ക്കയും ശംഖും കുറുങ്കുഴലും ഒക്കെ എവിടെ ഉപയോഗിക്കുന്നുണ്ട്? കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതും എവിടെയാണ്? കൂത്തമ്പലങ്ങളിലൊക്കെയാണ് ഇത് നടക്കുന്നത്. ഇനി ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നമ്മൾ ഈ പറഞ്ഞ കൂടിയാട്ടത്തില് അഭിനയ രീതി അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അവതരണ ശൈലി എങ്ങനെയാണെന്ന് ചോദിച്ചാല് ചതുർവിധ അഭിനയമാണ് എവിടെ അവതരിപ്പിക്കുന്നത്? കൂടിയാട്ടത്തിൽ അവതരിപ്പിക്കുന്നത്. ചതുർവിധ അഭിനയം എന്ന് പറഞ്ഞാല് 4 രീതിയിലുള്ള അല്ലെങ്കിൽ 4 തരത്തിലുള്ള അഭിനയമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. അതിൽ വരുന്നതാണ് ആംഗികം, വാചികം, ആഹാര്യം, സാത്വികം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ അഭിനയ രീതി ചോദിച്ചാല് ചതുർവിധ അഭിനയം, അതായത് 4 രീതിയിലുള്ള അഭിനയമാണ് ഇതിലുള്ളത്. ഏതൊക്കെയാണത്? ആംഗികം. ആംഗികം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കൈമുദ്രകളിലൂടെയും ശരീര ചലനങ്ങളിലൂടെയും കഥ പറയുന്ന രീതി അല്ലെ, ആംഗികമാണ്. അവിടെ എന്താണ്? ആംഗ്യ ഭാഷ അല്ലെ, അതായത് നമ്മൾ സംസാരിക്കാതെ കൈമുദ്രകൾ ഉപയോഗിച്ചിട്ടും ശരീര ചലനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടും എന്ത് ചെയ്യാം? അത് ആ ഒരു കഥ പറയുന്ന രീതിയാണ് എന്ത്? ആംഗികം എന്ന് പറയുന്നത്. വാചികം എന്ന് പറഞ്ഞാല് സംസ്കൃത ശ്ലോകങ്ങളൊക്കെ പ്രത്യേക താളത്തിൽ ചൊല്ലിയിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ അതെന്താണ്? വാചികമാണ് അല്ലെ. അവിടെ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, സംസ്കൃത ശ്ലോകങ്ങളായിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്? അവതരിപ്പിക്കുന്നുണ്ട്. അതാണ് വാചികം എന്ന് പറയുന്നത്. ആഹാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വേഷവിധാനം, അതുപോലെ തന്നെ ആ മുഖത്ത് ഉപയോഗിക്കുന്ന ചായം, കിരീടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആഹാര്യം എന്ന് പറയുന്നത്. അതുപോലെ സാത്വികം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണുകളിലൂടെയും മുഖഭാവങ്ങളിലൂടെയും ഒക്കെ എന്ത് ചെയ്യാ? നവരസങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതിനെയാണ് സാത്വികം അല്ലെ. സാത്വികമായിട്ടുള്ള അഭിനയം എന്ന് പറയാറില്ലേ. അവിടെ എന്താണ്? കണ്ണുകളിലൂടെ ആണെങ്കിലും അതുപോലെ തന്നെ മുഖഭാവങ്ങളിലൂടെയൊക്കെ അവതരിപ്പിക്കുന്ന ആ ഒരു നവരസങ്ങളെ ചേരുന്നതാണ് സാത്വികം എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ 4 രീതിയിലുള്ള അഭിനയമാണ് എവിടെ ഉപയോഗിക്കുന്നത്? കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്നത്. നമുക്കൊന്നും കൂടി പറയാം. ആദ്യം പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നും കൂടി എന്ത് ചെയ്യുക? അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ടും ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇതൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം ഈ ഒരു ഭാഗത്ത് നിന്ന് എപ്പോഴും എന്ത് ചോദിക്കാറുണ്ട്? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഭാഗങ്ങൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാം? ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അഭിനയ രീതിയെ പറ്റിയിട്ടാണ് അല്ലെ. ഏതാണ്? ചതുർവിധ അഭിനയമാണ്. അതായത് ആംഗികവും വാചികവും ആഹാര്യവും സാത്വികവും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഏതെന്ന് പറയുന്നത്? അഭിനയ രീതി എന്ന് പറയുന്നത്. ഇനി ഇവിടെ സാധാരണ ഒരു കൂടിയാട്ടം, നമ്മൾ ഈ പറഞ്ഞ കൂടിയാട്ടം പൂർത്തീകരിക്കണമെങ്കിൽ 41 ദിവസം വേണ്ടിവരും. അതായത് ഒരു പൂർണ്ണ കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ്? 41 ദിവസമാണ്. അതും പരീക്ഷയിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു കൂടിയാട്ടം പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ എത്ര ദിവസം വേണ്ടിവരും എന്ന് ചോദിച്ചാൽ എത്ര ദിവസമാണ്? 41 ദിവസമാണ്. 41 ദിവസമാണ് ഒരു കൂടിയാട്ടം പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കണമെങ്കിൽ വേണ്ട ദിവസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു അല്ലെങ്കിൽ ഈ ഒരു അവതരണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇതിലുള്ള ഘട്ടങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? പുറപ്പാട്, നിർവഹണം, കൂടിയാട്ടം, ഈ ഒരു രീതിയിലാണ് കേട്ടോ. അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വായിച്ചു പോയാൽ മതി. പുറപ്പാട് എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രം ആദ്യമായിട്ട് വേദിയിൽ വരുന്നതിനെയാണ് പുറപ്പാട് എന്ന് പറയുന്നത്. നിർവഹണം എന്ന് പറഞ്ഞാൽ കഥാപാത്രത്തിന്റെ മുൻകാല ചരിത്രം അഭിനയിച്ച് കാണിക്കുന്നതാണ് നിർവഹണം എന്ന് പറയുന്നത്. പിന്നെ കൂടിയാട്ടം എന്ന് പറയുമ്പോൾ ഈ കഥയിലെ എല്ലാ കഥാപാത്രങ്ങളും ചേർന്നിട്ട് ആ ഒരു നാടകം ആടുന്നത്. ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു അവതരണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ,
ഇനി നമ്മൾ ഈ പറഞ്ഞ കൂടിയാട്ടം, ഈ കൂടിയാട്ടം ശരിക്കും അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിലോട്ടേക്ക് കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാല് കുലശേഖര വർമ്മയാണ് കേട്ടോ. അപ്പൊ കുലശേഖര വർമ്മയാണ് കൂടിയാട്ടത്തെ ഇന്നത്തെ രൂപത്തിലേക്ക് അതിനെ പരിഷ്കരിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ സദസ്സിലെ ഒരു കവി ഉണ്ട്, അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? തോലൻ. ഓക്കെ, തോലൻ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ തോലൻ രചിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന് ആട്ടപ്രകാരം, അതുപോലെ തന്നെ ക്രമദീപിക. അതിലൊക്കെയാണ് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ പരീക്ഷയിൽ അടുത്തൊരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രമദീപിക. ക്രമദീപിക ഒക്കെ എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പറയുന്ന കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് അതിലെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഏതാ? ക്രമദീപിക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആട്ടപ്രകാരം, ക്രമദീപിക, ഇതൊക്കെ ആരുടെ കാലത്താണ്? കുലശേഖര വർമ്മയാണ് ഈ പറയുന്ന ഗ്രന്ഥങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സദസ്യനായിട്ടുള്ള തോലനാണ് ഇതൊക്കെ രചിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻസുകളാണ് പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേത്, നമ്മൾ ഈ പറഞ്ഞ കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിക്കാറുണ്ട്. ആരാണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത്? അമ്മന്നൂർ മാധവ ചാക്യാരാണ്. ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാരാണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കൂടിയാട്ടത്തെ കുറിച്ചുള്ള നാട്യകൽപദ്രുമം എന്ന കൃതി രചിച്ചത് ആരാണ്? ഗുരുമണി മാധവ ചാക്യാര്. അപ്പൊ ഈ പറഞ്ഞ അമ്മന്നൂർ മാധവ ചാക്യാരും അതുപോലെ ഗുരുമണി മാധവ ചാക്യാരും ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടതാണ്. അതില് കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? അമ്മന്നൂർ. കുലപതി ആരാണ്? ഒരു അമ്മയാണെന്ന് ആലോചിക്കുക. അമ്മന്നൂർ മാധവ ചാക്യാരാണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത്. എന്നാൽ കൂടിയാട്ടത്തെ കുറിച്ചിട്ടുള്ള നാട്യകൽപദ്രുമം എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥം, ആ ഒരു കൃതി രചിച്ചത് ആരാണ്? അത് ഗുരുമണി മാധവ ചാക്യാരാണ്. ഗുരുമണി മാധവ ചാക്യാരാണ്. ഓക്കെ, ഇനി വർഷം തോറും കൂടിയാട്ടം അവതരണം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളാണ് ഏതാ? കൂടൽമാണിക്യ ക്ഷേത്രവും അതുപോലെ തന്നെ വടക്കുംനാഥ ക്ഷേത്രവും. അപ്പൊ വർഷം തോറും കൂടിയാട്ടം അവതരണം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങൾ ചോദിച്ചാൽ അത് ഏതൊക്കെയാണ്? കൂടൽമാണിക്യവും അതുപോലെ തന്നെ വടക്കുംനാഥ ക്ഷേത്രവുമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാ? കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. പറഞ്ഞ കാര്യങ്ങള് എല്ലാതും ഇപ്പൊ തന്നെ പഠിക്കട്ടോ. മാക്സിമം പറയുന്ന സമയത്ത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാ? ആ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. നമുക്കറിയാലോ പരീക്ഷ വളരെ അടുത്ത ദിവസങ്ങളിലാണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കുറെയൊക്കെ നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേഗം ഒരു ഷോർട്ട് നോട്ട് എഴുതിയിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് സ്പീഡിൽ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ സെറ്റ് ആണ്. പിന്നെ പരീക്ഷയ്ക്ക് പോകുന്ന 1-2 ദിവസം മുന്നേ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഒരു വർഷം അല്ലെ 2001. എന്താ പ്രത്യേകത? യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ആദ്യ കലാരൂപം ഏതാണ്? കൂടിയാട്ടം. ഏതാ വർഷം? 2001. 2001 കൂടിയാട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി ഇതിലെ പ്രധാന വാദ്യോപകരണങ്ങളെ പറ്റി പറഞ്ഞു അല്ലെ. ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ടത് ചോദിച്ചാൽ? മിഴാവാണ്. അതുപോലെ തന്നെ ഇലത്താളവും ഇടക്കയും ശംഖും കുറങ്കുഴലും ഒക്കെ എവിടെ ഉപയോഗിക്കുന്നുണ്ട്? ഈ പറയുന്ന കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇവിടെ സാധാരണ നമ്മൾ പറഞ്ഞില്ലേ കൂത്തമ്പലങ്ങളിലാണ് ഈ കൂടിയാട്ടവും നടക്കാറുള്ളത്. ഇതിലെ അഭിനയ രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചതുർവിധ അഭിനയമാണ് അല്ലെ. 4 രീതിയിലുള്ള അഭിനയമാണ് പറയുന്നത്. ആംഗികമുണ്ട്, അതുപോലെ വാചികം, ആഹാര്യം, സാത്വികം. അവിടെ ആംഗികം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കൈമുദ്രകളിലൂടെയും അതുപോലെ തന്നെ ശരീര ചലനങ്ങളിലൂടെയും ഒക്കെ എന്ത് ചെയ്യുക? ആ ഒരു കഥ പറയുന്ന രീതിയാണ് ആംഗികം അല്ലെ. ആംഗിക ഭാഷയിൽ പറയാന്ന് ആലോചിച്ചാൽ മതി. വാചികം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അല്ലെ? സംസാരത്തിലൂടെ അല്ലെങ്കിൽ സംസ്കൃത ശ്ലോകങ്ങളിലൂടെ അത് പറയുന്ന രീതിയാണ് വാചികം എന്ന് പറയുന്നത്. ആഹാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു വേഷവിധാനവും നമ്മുടെ മുഖത്ത് കൊടുക്കുന്ന ചമയങ്ങളും അതൊക്കെയാണ് ഏതെന്ന് പറയുന്നത്? ആഹാര്യം എന്ന് പറയുന്നത്. സാത്വികമായിട്ടുള്ള ശൈലിയിലെ, അതായത് എങ്ങനെയാണ്? കണ്ണുകളിലൂടെയും മുഖഭാവങ്ങളിലൂടെയും ഒക്കെ ആ നവരസങ്ങള് പ്രകടമാക്കുന്ന ആ ഒരു ശൈലിയാണ് ഏത്? സാത്വിക ഭാവം എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ അഭിനയ ശൈലി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ കൂടിയാട്ടം പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ ഒരു പൂർണ്ണ കൂടിയാട്ടം പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയം എന്ന് ചോദിച്ചാൽ എത്ര ദിവസമാണ്? 41 ദിവസമാണ്. അതായത് ഒരു കൂടിയാട്ടം പൂർണ്ണ രൂപത്തിലേക്ക് അവതരിപ്പിക്കണമെങ്കിൽ 41 ദിവസമാണ് വേണ്ടി വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇതിലുള്ള പ്രധാന ഘട്ടങ്ങൾ പറയുമ്പോൾ പുറപ്പാടുണ്ട്, അതുപോലെ തന്നെ നിർവഹണം എന്ന് പറയും, അതുപോലെ കൂടിയാട്ടം. ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു അവതരണം നടക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഈ ഒരു കൂടിയാട്ടത്തെ ഇന്നത്തെ രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ് ആര്? കുലശേഖര വർമ്മ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ രചിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 2 കൃതികൾ ഉണ്ട് അല്ലെ. ഇതുമായി കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കൃതികളാണ്. ഏതൊക്കെയായിരുന്നു അത്? ആട്ടപ്രകാരം, അതായത് ഈ കൂടിയാട്ടം എങ്ങനെയാണ് അഭിനയിക്കേണ്ടത് അതിനെ പറ്റി പറയുന്നതാണ് ആട്ടപ്രകാരം. അതുപോലെ തന്നെ അതിന്റെ അവതരിപ്പിക്കുമ്പോൾ കൊണ്ടുവരേണ്ട നിയമങ്ങളെ പറ്റി പറയുന്നതാണ് ഏത്? ക്രമദീപിക. ഒരു ക്രമത്തിൽ വേണം അതിന്റെ നിയമങ്ങളൊക്കെ പറയാനെന്ന് ആലോചിക്കാം. അപ്പൊ ക്രമദീപികയും
അതുപോലെ ആട്ടപ്രകാരം ഒക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഈ ഒരു കൂടിയാട്ടം എന്ന് പറയുന്ന കലാരൂപവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാര്. അമ്മന്നൂർ മാധവ ചാക്യാരാണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത്. ഇനി കൂടിയാട്ടത്തെ കുറിച്ചിട്ടുള്ള നാട്യ കൽപദ്രുമം എന്ന കൃതി രചിച്ചത് ആരാണ്? ഗുരുമണി മാധവ ചാക്യാര്. ഗുരുമണി മാധവ ചാക്യാരാണ് കൂടിയാട്ടത്തെ കുറിച്ചുള്ള നാട്യ കൽപദ്രുമം എന്ന കൃതി രചിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? വർഷം തോറും ഈ പറയുന്ന കൂടിയാട്ടമൊക്കെ നടക്കുന്ന ക്ഷേത്രങ്ങൾ ചോദിച്ചാൽ അത് ഏതാണ്? കൂടൽമാണിക്യ ക്ഷേത്രവും അതുപോലെ തന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിലൊക്കെയാണ് സ്ഥിരമായിട്ട് അത് നടക്കാറുള്ളത്. അതായത് വർഷം തോറും ഇത് നടക്കാറുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യം എന്ത് ചെയ്യാ? കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കാം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇനി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. മുടിയേറ്റാണ്. അപ്പൊ മുടിയേറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2010 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കലാരൂപമാണ്. അതായത് കൂടിയാട്ടത്തിന് ശേഷം, കൂടിയാട്ടം 2001 കൂടിയാട്ടത്തിന് ശേഷം 2010 മുടിയേറ്റ് ലോക പൈതൃക പട്ടികയിൽ യുനെസ്കോ ഉൾപ്പെടുത്തുന്നത്. അതായത് കൂടിയാട്ടത്തിന് ശേഷമാണ് മുടിയേറ്റ് എന്ന കലാരൂപം ലോക പൈതൃക പട്ടികയിൽ ആര് ഉൾപ്പെടുത്തുന്നത്? യുനെസ്കോ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മുടിയേറ്റത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. കാരണം എന്താ? ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കലാരൂപമാണ് ഏത്? മുടിയേറ്റ് എന്ന് പറയുന്നത്. ഏതാ വർഷം? 2010. മറ്റേത് 2001 അല്ലെ? അതായത് കൂടിയാട്ടം 2001, മുടിയേറ്റാണെങ്കിൽ 2010. ക്ലിയർ? ഇനി മുടിയേറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ തനതായ അനുഷ്ഠാന കലാരൂപങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുടിയേറ്റ് എന്ന് പറയുന്നത്. ഭദ്രകാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു കലാരൂപം അവതരിപ്പിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മുടിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാരൂപത്തിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഭദ്രകാളിയും ദാരികനും തമ്മിലുള്ള ആ ഒരു യുദ്ധം അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മുടിയേറ്റ് അരങ്ങേറാറുള്ളത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യം അവിടെ പഠിച്ചു വെച്ചാൽ മതി. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അവിടെ നിന്ന് ചോദ്യങ്ങൾ വരാറില്ല. ഇനി നമുക്ക് മറ്റൊരു കലാരൂപത്തെ പറ്റി പഠിക്കാം. ഇതൊക്കെ വളരെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി കേട്ടോ, ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാറില്ല. ഒന്നാണ് ഗദ്ദിക. ഗദ്ദിക എന്ന് പറയുന്നത് വയനാട്ടിലെ ഗോത്രവർഗക്കാർക്കിടയിൽ നടക്കുന്ന ഒരു കലാരൂപമാണ് ഏത്? ഗദ്ദിക എന്ന് പറയുന്നത്. ഈ ഗദ്ദിക എന്ന് പറയുന്ന വാക്കിന്റെ ശരിക്കും അർത്ഥം എന്താണ്? ഒഴിപ്പിക്കുക എന്നതാണ് കേട്ടോ. ഗദ്ദിക എന്ന് പറയുമ്പോൾ ആ ഒരു വാക്കിന്റെ അർത്ഥം എന്താണ്? ഒഴിപ്പിക്കുക. ഇനി ഗദ്ദികയുമായി ബന്ധപ്പെട്ട പ്രശസ്ത കലാകാരനാണ് ആര്? PK കാളൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചോദിക്കും PK കാളൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ആരാണ്? ഗദ്ദിക അല്ലെ? ഗദ്ദികയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു കലാരൂപവുമായി ബന്ധപ്പെട്ട പ്രശസ്തനായിട്ടുള്ള കലാകാരനാണ് ആര്? PK കാളൻ എന്ന് പറയുന്നത്. അപ്പൊ ഗദ്ദിക എന്ന് പറയുമ്പോൾ വയനാട്ട് ജില്ലയിലാണ് ഇത് രൂപം കൊണ്ടിട്ടുള്ളത്. ഇതിന്റെ ഈ ഒരു ഗദ്ദിക എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ എന്താണ്? ഒഴിപ്പിക്കുക എന്നതാണ് അർത്ഥം. അതുപോലെ ഈ ഒരു ഗദ്ദികയുമായി ബന്ധപ്പെട്ട പ്രശസ്ത കലാകാരനാണ് ആര്? PK കാളൻ എന്ന് പറയുന്നത്. അവിടെ അത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഒപ്പനയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പനയുമായി ബന്ധപ്പെട്ട് കുറച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. നമുക്കറിയാം മലബാറിലെ മുസ്ലിം സംസ്കാരത്തിന്റെ ഒരു സംഭാവനയാണ് ഏത്? ഒപ്പന എന്ന് പറയുന്നത്. മാപ്പിളപ്പാട്ടിലെ ഇശൽ വിഭാഗമാണ് ഒപ്പനപ്പാട്ടുകളായിട്ട് അറിയപ്പെടുന്നത്. ഇത് പരീക്ഷയിലെ ചോദ്യമായിരുന്നു. മാപ്പിളപ്പാട്ടിലെ ഇശൽ എന്ന് പറയുന്ന ആ ഒരു വിഭാഗമാണ് എന്തായിട്ട് മാറിയിട്ടുള്ളത്? ഒപ്പന പാട്ടുകളായിട്ട് മാറിയിട്ടുള്ളത്. ഇനി ഈ പറയുന്ന ഏത് പദത്തിൽ നിന്നാണ് ഒപ്പന എന്ന് പറയുന്ന പദം വന്നിട്ടുള്ളത്? ഹഫ്ന. ഒന്ന് ഓർത്തു വെക്കാം. ഹഫ്ന എന്ന അറബി വാക്കിൽ നിന്നാണ് ഒപ്പന എന്ന പദം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന അവതരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ്? ചായൽ, മുറുക്കം എന്നീ രീതികളോട് കൂടിയിട്ടുള്ള അവതരണ ശൈലിയാണ് എവിടെയുള്ളത്? ഒപ്പനയിലുള്ളത്. ഓക്കെ, അപ്പൊ അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. നമുക്കറിയാം മലബാറിലെ മുസ്ലിം സംസ്കാരത്തിന്റെ ഒരു സംഭാവനയാണ് ഒപ്പന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടിലെ ഇശൽ എന്ന് പറയുന്ന ആ വിഭാഗമാണ് എന്തായിട്ട് മാറിയിട്ടുള്ളത്? ഒപ്പനപ്പാട്ടായിട്ട് മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒപ്പന എന്ന് പറയുന്ന ഒരു വാക്ക് എങ്ങനെയാണ് രൂപം കൊണ്ടിട്ടുള്ളത്? ഹഫ്ന എന്ന അറബി വാക്കിൽ നിന്നാണ് ഒപ്പന എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരു രീതികൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു അവതരണ രീതിയിൽ വരുന്നതാണ് ചായൽ, മുറുക്ക്. ഓക്കെ, ചായ മുറുക്കല്ല, ചായൽ മുറുക്കം. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം ചായൽ, മുറുക്കം എന്ന് പറയുന്ന അവതരണങ്ങളൊക്കെ ഉള്ള ഒരു കലാരൂപം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഒപ്പനയാണെന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് അടുത്തത് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ആഘോഷങ്ങളെ പറ്റിയിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്.
അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് സ്പീഡിൽ ഒന്ന് കേട്ടു പോവുക. ഓക്കെ, അപ്പൊ ഒന്നും കൂടി വീണ്ടും ഒരു റിപ്പീറ്റേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ അവിടെ ഓർത്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഷോർട്ട് നോട്ടിലൊക്കെ ഒരു ഏറ്റവും അതായത് എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാതെ ചെറുതായിട്ട് ഓരോ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ഒന്ന് വീഡിയോ പോസ് ചെയ്ത ശേഷം ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് സ്പീഡിൽ ഒന്ന് റിവൈസ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ അത്രയും പഠിച്ച് മുഴുവനായിട്ട് പഠിക്കാതെ ഒരു പകുതി കാര്യങ്ങൾ പഠിച്ചിട്ട് അതെന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്ത ശേഷം അതൊക്കെ ഒന്നും കൂടി മനസ്സിലൊക്കെ പറഞ്ഞു നോക്കിയ ശേഷം വീണ്ടും അടുത്ത ഭാഗം കേൾക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു സമയം കൊണ്ട് തന്നെ അത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ട് പഠിച്ചു പിന്നീട് നമ്മളൊരു പിറ്റേ ദിവസം ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ അവിടെ മറന്നുപോകും. ഇപ്പൊ തന്നെ ഈ കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു പകുതിയിൽ അല്ലെങ്കിൽ മുക്കാൽ ഭാഗവും നമ്മുടെ മനസ്സിൽ അവിടെ നിൽക്കും. പിന്നെ പരീക്ഷ ആകുമ്പോഴേക്കും ഒരു 1-2 ദിവസം മുന്നേ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തെടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, അടുത്ത ഭാഗത്തിലോട്ട് പോകാം. ഇനി അടുത്ത് നമ്മുടെ സിലബസിൽ പറയുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളെ പറ്റിയിട്ട്. നമുക്ക് നോക്കാം. അതിലെ ആദ്യത്തേത് നമ്മുടെ ഓണമാണ്. ഓണം അല്ലെ നമ്മുടെ സംസ്ഥാന ആഘോഷമാണ്. കേരളത്തിന്റെ സംസ്ഥാന ആഘോഷമായിട്ട് ഓണത്തെ പ്രഖ്യാപിച്ച വർഷം ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഏതാണ് വർഷം? 1961. 1961 കേരളത്തിന്റെ സംസ്ഥാന ആഘോഷമായിട്ട് ഓണത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ഓണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓണത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു സംഘകാല കൃതിയുണ്ട്. അതേതാണ്? മധുരൈ കാഞ്ചി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓണത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു സംഘകാല കൃതി ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? മധുരൈ കാഞ്ചിയാണ്. അതുപോലെ തന്നെ മാവേലി നാടു വാണീടും കാലം എന്ന് പറയുന്ന ആ ഒരു ഗാനം രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അതാരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അപ്പൊ സഹോദരൻ അയ്യപ്പനാണ് മാവേലി നാടു വാണീടും കാലം എന്ന് പറയുന്ന ഗാനം രചിച്ചിട്ടുള്ളത്. ഇനി ഓണവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഇത് അത്തച്ചമയം എന്ന് പറയുന്നത് അല്ലെ. ഓണത്തിനോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിൽ നടക്കുന്ന ആഘോഷമാണ് ഏത്? അത്തച്ചമയം എന്ന് പറയുന്നത്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ട്. അത്തച്ചമയമൊക്കെ ഒരുപാട് തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഈ ഓണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ പറഞ്ഞു ഓണത്തെ സംസ്ഥാന ആഘോഷമായിട്ട് പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ അതേതാണ്? വർഷം 1961. ഓണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓണത്തെ കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? മധുരൈ കാഞ്ചിയാണ് അല്ലെ. മധുരൈ കാഞ്ചിയാണ് ഓണത്തെ കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി. മാവേലി നാടു വാണീടും കാലം എന്ന് പറയുന്ന ഗാനം രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് സഹോദരൻ അയ്യപ്പനാണ്. അതുപോലെ തന്നെ ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന അത്തച്ചമയം എവിടെയാണ്? എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിലാണ് അല്ലെ. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിൽ നടക്കുന്ന ഒരു ആഘോഷമാണ് ഏത്? അത്തച്ചമയം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാ ഇവിടെ പഠിച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്തത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. തൃശ്ശൂർ പൂരം അല്ലെ, നമുക്കറിയാം പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നതാണ് തൃശ്ശൂർ പൂരം. പ്രപഞ്ചത്തിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് ഏത് ഉത്സവത്തെ എന്ന് ചോദിക്കാറുണ്ട്. എന്താ ചോദ്യം? പ്രപഞ്ചത്തിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ച ഉത്സവമാണ് ഏത്? തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇത് എവിടെയാണ് അല്ലെ, എവിടെയാണ്? തൃശ്ശൂരാന്ന് നല്ല ആൾക്കാർ അല്ലെ. തേക്കിൻകാട് മൈതാനത്തിലാണ് നടക്കാറുള്ളത്. ഏത് മാസത്തിലാണ്? മേടമാസത്തിലാണ് അല്ലെ. മേടമാസത്തിലാണ് തൃശ്ശൂർ പൂരം നടക്കാറുള്ളത്. ഇനി തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ആരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്? ആരാണ്? ആരുടെ കാലഘട്ടത്തിലാണ്? ശക്തൻ തമ്പുരാന്റെ അല്ലെ. ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു ഉത്സവമാണ് ഏത്? തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കാം. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യുനെസ്കോ വിശേഷിപ്പിച്ച കാര്യമാണ് അല്ലെ. എന്താണത്? പ്രപഞ്ചത്തിലെ ഏറ്റവും നയന മനോഹരമായിട്ടുള്ള ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ച ഉത്സവമാണ് തൃശ്ശൂർ പൂരം. അതുപോലെ തന്നെ തേക്കിൻകാട് മൈതാനത്തിൽ വെച്ച് നടക്കുന്നു. മേടമാസത്തിലാണ് ഈ ഒരു ഉത്സവം നടക്കുന്നത്. ആരുടെ കാലഘട്ടത്തിലാണ് ഇത് ആദ്യമായിട്ട് ആരംഭിച്ചത്? ശക്തൻ തമ്പുരാൻ. ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ള പൂരമാണ് ഏത്? തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെച്ചാൽ മതി. അതുപോലെ ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും കൂടുതൽ ആനകൾ അണിനിരക്കുന്ന ഉത്സവം ഏത് എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ഏതാണത്? ആറാട്ടുപുഴ പൂരമാണ്. ഏതാ ക്വസ്റ്റ്യൻ? ഏറ്റവും കൂടുതൽ ആനകൾ അണിനിരക്കുന്ന ഉത്സവം. ഏറ്റവും കൂടുതൽ ആനകൾ തൃശ്ശൂർ പൂരത്തിനല്ല, ഏറ്റവും കൂടുതൽ ആനകൾ അണിനിരക്കുന്ന ഉത്സവം ചോദിച്ചാൽ അത് ഏതാണ്? ആറാട്ടുപുഴ പൂരമാണ്. ആറാട്ടുപുഴ പൂരത്തിനാണ് ഏറ്റവും കൂടുതൽ ആനകൾ അണിനിരക്കുന്ന ഉത്സവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെച്ചാൽ മതി. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നമ്മുടെ സിലബസിൽ പറയുന്ന ഒരു ടോപ്പിക്കാണ് വള്ളംകളികൾ എന്ന് പറയുന്നത്. അപ്പൊ വള്ളംകളികളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ നോക്കാം. അതിലെ ആദ്യത്തേത് പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയാണ്. ചോദ്യം ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്.
പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ. ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണത്? അഷ്ടമുടി കായലാണ് അല്ലെ. പ്രസിഡൻസ് അഷ്ടമുടി മാറിപ്പോകരുത്. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായൽ. എല്ലാ വർഷവും നവംബർ മാസം 1-ാം തീയതിയാണ് എന്ത് നടക്കുന്നത്? പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത്. 2011 ഇത് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. ആദ്യം നടന്ന വർഷം ചോദിച്ചാൽ 2011. അപ്പം ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യം ഏതാണ്? പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? അഷ്ടമുടി. പ്രസിഡൻസ് ട്രോഫി അഷ്ടമുടി. എല്ലാ വർഷവും നവംബർ മാസം 1-ാം തീയതി 2011 ആരംഭിക്കുന്നു. നവംബർ മാസം 1-ാം തീയതി അന്നാണ് ഇത് എന്ത് ചെയ്യുന്നത്? നടത്തുന്നത്. അത്രയും കാര്യം അവിടെ ഓർത്തു വെക്കാം. ഇനി അടുത്തതാണ് നമ്മുടെ ആറന്മുള വള്ളംകളി. ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളിയാണ്. അതുപോലെ തന്നെ ഉത്രട്ടാതി വള്ളംകളി എന്നറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിക്കാറുണ്ട്. അതും ഏത് തന്നെയാണ്? ആറന്മുള വള്ളംകളിയാണ്. ഇനി ഏത് നദിയിലാണ്? പമ്പാ നദിയിൽ നടക്കുന്ന ഒരു വള്ളംകളിയാണ് ഏത്? ആറന്മുള വള്ളംകളി എന്ന് പറയുന്നത്. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി ഏതാണ്? അഷ്ടമുടി കായല്. ആറന്മുള വള്ളംകളി ആണെങ്കിൽ പമ്പാ നദിയില്. ആറന്മുള വള്ളംകളിയുടെ പ്രത്യേകത എന്താണ്? ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നു. ഉത്രട്ടാതി വള്ളംകളി എന്നറിയപ്പെടുന്നു. ഇതൊക്കെ ഏതാണ്? ആറന്മുള വള്ളംകളിയാണ്. ഇനി ഇത് എപ്പോഴാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാല് എല്ലാ വർഷവും തിരുവോണം കഴിഞ്ഞ് നാലാം ദിവസം നടക്കുന്ന ഒരു വള്ളംകളിയാണ് ഇത്? ആറന്മുള വള്ളംകളി എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എല്ലാ വർഷവും ഓണം കഴിഞ്ഞിട്ട് ആ ഒരു 4-ാം ദിവസം നടക്കുന്ന ഒരു വള്ളംകളിയാണ് ഏത്? ആറന്മുള വള്ളംകളി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെച്ചാൽ മതി. ആറന്മുള വള്ളംകളി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നു. ഉത്രട്ടാതി വള്ളംകളി എന്നറിയപ്പെടുന്നു. പമ്പാ നദിയിൽ വെച്ച് നടക്കുന്നു. അതുപോലെ തന്നെ എല്ലാ വർഷവും ഓണം കഴിഞ്ഞ് 4-ാം ദിവസം നടക്കുന്ന ഒരു വള്ളംകളിയാണ് ആറന്മുള വള്ളംകളി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി. ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഏത് കായല്? പ്രസിഡൻസ് ട്രോഫി ചോദിക്കുന്ന അതേപോലെ തന്നെ ചോദിക്കുന്നതാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായല്. ഏതാണത്? പുന്നമട കായല് അല്ലെ. നമ്മുടെ പുന്നാര നെഹ്റു എന്ന് ആലോചിച്ചാൽ മതി. പുന്നാര നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പുന്നമട കായല്. എപ്പോഴാണ് നടക്കുന്നത്? ഓഗസ്റ്റ് മാസത്തിലെ 2-ാം ശനിയാഴ്ച. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓഗസ്റ്റ് മാസത്തിലെ 2-ാം ശനിയാഴ്ചയാണ് ഏത് നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അതുപോലെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന വള്ളംകളി. ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ക്ലിയർ? എന്തൊക്കെയാ പറഞ്ഞത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? പുന്നമട കായല് നടക്കുന്നു. പ്രസിഡൻസ് ട്രോഫി ആണെങ്കിലോ അഷ്ടമുടി കായല്. ആറന്മുള വള്ളംകളി ആണെങ്കിൽ പമ്പാ നദിയില്. അതുപോലെ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഓഗസ്റ്റ് മാസത്തിലെ 2-ാം ശനിയാഴ്ചയാണ് ഏത് നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കാം. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് സ്ഥാപനങ്ങളാണ്. ഈ പറയുന്ന കലാരൂപങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങളാണ്. നമ്മുടെ സിലബസിൽ പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതില് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് കേരള കലാമണ്ഡലം എന്ന് പറയുന്നത്. കേരള കലാമണ്ഡലം എന്ന് സ്ഥാപിച്ചത് 1930 നവംബർ 9-നാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചിട്ടുള്ളത്. തൃശ്ശൂരാണ് ആസ്ഥാനം എന്ന് പറയുന്നത്. ഇത് സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാല് വള്ളത്തോൾ നാരായണ മേനോനാണ്. എന്നാല് അദ്ദേഹം ആരുടെ പങ്കാളിത്തത്തോട് കൂടിയിട്ടാണെന്ന് ചോദിച്ചാല് അതും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മണക്കുളം മുകുന്ദരാജയുടെ പങ്കാളിത്തത്തോടെ വള്ളത്തോൾ നാരായണ മേനോൻ സ്ഥാപിച്ചെടുത്തതാണ് ഇത് കേരള കലാമണ്ഡലം എന്ന് പറയുന്നത്. ഇതിന് കൽപ്പിത സർവകലാശാല പദവി ലഭിക്കുന്നത് 2007-ലാണ്. അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കാം. കേരള കലാമണ്ഡലം സ്ഥാപിച്ച വർഷം എന്നാണ്? 1930. കേരള കലാമണ്ഡലം 1930 നവംബർ 9. മാസവും ഡേറ്റും കിട്ടിയില്ലെങ്കിലും ഈ വർഷം മറക്കരുത്. 1930. എവിടെയാണ് ആസ്ഥാനം കേരള കലാമണ്ഡലത്തിന്റെ? എല്ലാവർക്കും അറിയില്ലേ? തൃശ്ശൂരാണ് കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. മണക്കുളം മുകുന്ദരാജയുടെ പങ്കാളിത്തത്തോട് കൂടിയിട്ട് വള്ളത്തോൾ നാരായണ മേനോനാണ് ഏത് സ്ഥാപിക്കുന്നത്? കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നത്. 2007-ലാണ് കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? അത്രയും കാര്യം അവിടെ ഓർത്തു വെക്കാം. ഇനി നമുക്ക് അടുത്തൊരു സ്ഥാപനം നോക്കാം. കേരള സാഹിത്യ അക്കാദമിയാണ്. കേരള സാഹിത്യ അക്കാദമി ആണെങ്കിലും കേരള സംഗീത നാടക അക്കാദമി ഒക്കെ എവിടെയാണ് ആസ്ഥാനം വരുന്നത്? തൃശ്ശൂരാണ് കേട്ടോ. അപ്പൊ തൃശ്ശൂർ ആസ്ഥാനം ഉള്ളതൊക്കെ ഒരുമിച്ചൊന്ന് എഴുതി വെക്കാം.
കാരണം ചിലത് എന്ത് ചെയ്യുന്നുണ്ട്, വേറെയാണ് സ്ഥലത്ത് വരുന്നത്. അപ്പം ഈ പറയുന്ന കലാമണ്ഡലവും അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയും അതുപോലെ തന്നെ ഏതാണ് കേരള സംഗീത നാടക അക്കാദമിയും ഒക്കെ വരുന്നത് തൃശ്ശൂരാണ്. അപ്പൊ കേരള സാഹിത്യ അക്കാദമി എന്നാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാല് നമ്മുടെ കേരളം രൂപീകരിച്ച വർഷം എന്നാ 1956 അല്ലെ. 1956 ഓഗസ്റ്റ് 15 അത് സ്ഥാപിക്കുന്നത്. എന്നാൽ ഉദ്ഘാടനം ചെയ്യുന്നത് 1956 ഒക്ടോബർ 15 ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്യുന്നത്. പറ്റുകയാണെങ്കിൽ ആ ഒരു മാസവും ഡേറ്റും ഒന്ന് ഓർത്തു വെക്കുക. 1956 സ്ഥാപിക്കുന്നത്, ഓഗസ്റ്റ് 15 പക്ഷെ ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാണെന്ന് ചോദിച്ചാല് 1956 ഒക്ടോബർ 15 ആരാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്യുന്നത്. തൃശ്ശൂരാണ് ആസ്ഥാനം, നമ്മൾ പറഞ്ഞു. ഇനി ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് ആരാണ് വരുന്നത്? സർദാർ KM പണിക്കരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. നമുക്ക് ഇതിന്റെ ഒക്കെ എന്ത് ചെയ്യണം, ഇപ്പോഴത്തെ പ്രസിഡന്റ് ഒക്കെ പഠിക്കണം. അത് ഈ പറയുന്ന പോലെ നമ്മൾ കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ എടുക്കൂട്ടോ. നമ്മളിപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവില്ലേ നമ്മൾ പഠിച്ച കാര്യം. അപ്പൊ ആ പരീക്ഷയോട് അടുപ്പിച്ച് വരുന്ന സമയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കറന്റ് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ടാകും. അതായത് ഓരോ സ്ഥാനത്തിരിക്കുന്ന നിലവിലെ പ്രസിഡന്റുമാരുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വരും. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പറ്റിയിട്ട് പറയാം. ഇപ്പൊ നമ്മൾ ഓർത്തു വെക്കേണ്ടത് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ്. ആരാണ്? സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ അല്ലെങ്കിൽ ഇവർ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രസിദ്ധീകരണം ഉണ്ട്. അതേതാണ്? സാഹിത്യ ചക്രവാളം. സാഹിത്യ ചക്രവാളം കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണം ഏതായിരിക്കും? സാഹിത്യ ചക്രവാളം. സാഹിത്യ ചക്രവാളമാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണം എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ഓർത്തു വെക്കാലോ. എന്തൊക്കെയാ പറഞ്ഞത്? കേരള സാഹിത്യ അക്കാദമി എന്നാണ് സ്ഥാപിച്ചത് 1956 ഓഗസ്റ്റ് 15. ഉദ്ഘാടനം ചെയ്യുന്നത് 1956 ഒക്ടോബർ 15 ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഓക്കെ അല്ലേ? ഇനി എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം? തൃശ്ശൂരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സർദാർ KM പണിക്കരാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഒരു പ്രസിദ്ധീകരണം ഉണ്ട് അല്ലെ. ഏതാണത്? സാഹിത്യ ചക്രവാളം. സാഹിത്യ ചക്രവാളമാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് കേരള സംഗീത നാടക അക്കാദമിയെ പറ്റിയിട്ടാണ്. കേരള സംഗീത നാടക അക്കാദമി 1958 സ്ഥാപിക്കുന്നത്. നോക്കണേ, കേരള സാഹിത്യ അക്കാദമി ആണെങ്കിൽ 1956. അത് കഴിഞ്ഞ് 58 എന്ത് ചെയ്യുന്നുണ്ട്? കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിക്കുന്നുണ്ട്. ഈ വർഷമൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറയുന്നത്. 1956 കേരള സാഹിത്യ അക്കാദമി. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് 58 വരുന്നതാണ് കേരള സംഗീത നാടക അക്കാദമി. ഇതും ആസ്ഥാനം എവിടെ തന്നെയാണ്? തൃശ്ശൂർ തന്നെയാണ്. കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നെഹ്റു ആണെന്ന് ഓർത്തു വെക്കാം. ഇനി കേരള സംഗീത നാടക അക്കാദമിയുടെ ഒരു പ്രസിദ്ധീകരണം ഉണ്ട്. അതേതാണ്? കേളി. കേളി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് ഏത്? കേളി എന്ന് പറയുന്നത്. ഇനി കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ചോദിച്ചതാരാണ്? മങ്കു തമ്പുരാനാണ് കേട്ടോ. മങ്കു തമ്പുരാനാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സർദാർ KM പണിക്കർ ആരായിരുന്നു? അത് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് അല്ലെ. സർദാർ KM പണിക്കർ എന്ന് പറയുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ്. എന്നാല് മങ്കു തമ്പുരാന് കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ആര് എന്ന് പറയുന്നത്? മങ്കു തമ്പുരാൻ എന്ന് പറയുന്നത്. അതുപോലെ അവരുടെ പ്രസിദ്ധീകരണം ഏതാണ്? കേളിയാണെന്ന് ഓർത്തു വെക്കാം. ഇനി മറ്റൊന്നാണ് കേരള ലളിത കലാ അക്കാദമി. 1962 സ്ഥാപിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി 1956, കേരള സംഗീത നാടക അക്കാദമി ആണെങ്കിൽ 1958, കേരള ലളിത കലാ അക്കാദമി ആണെങ്കിൽ 1962. ഓക്കെ, ഈ ഒരു ഓർഡർ അങ്ങ് ഓർത്തു വെച്ചാൽ മതി. അപ്പൊ കേരള ലളിത കലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ തന്നെയാണ്? തൃശ്ശൂർ തന്നെയാണ്. ഇനി കേരള ലളിത കലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആണ് അത് ആരാണ്? M രാമവർമ്മ രാജയാണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. M രാമവർമ്മ രാജയാണ് കേരള ലളിത കലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. കേരള ലളിത കലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? M രാമവർമ്മ രാജ. ക്ലിയർ. ഇനി നമുക്ക് അടുത്തൊരു സ്ഥാപനം നോക്കാം. അടുത്തത് കേരള ഫോക്ലോർ അക്കാദമി. കേരള ഫോക്ലോർ അക്കാദമി 1995 കേരള ഫോക്ലോർ അക്കാദമി സ്ഥാപിക്കുന്നത്. കേരള ഫോക്ലോർ അക്കാദമി എന്നാണ് സ്ഥാപിക്കുന്നത്?
1995-ലാണ്. എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം? കണ്ണൂര് ചിറക്കലാണ് അല്ലെ? കണ്ണൂര് ചിറക്കലാണ് ഇതിന്റെ ആസ്ഥാനം. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലതും തൃശ്ശൂരല്ല ആസ്ഥാനമായിട്ട് വരുന്നത്, ചിലത് വേറെ സ്ഥലങ്ങളാണ്. അപ്പൊ അത് ഓർത്തു വെക്കണം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് എവിടെയാണ്? കണ്ണൂര് ചിറക്കല്. ചിറക്കല് പഠിക്കണം കേട്ടോ. ചിറക്കൽ എന്നുമായിട്ടും പരീക്ഷയിൽ ചോദ്യങ്ങളിൽ കാണാറുണ്ട്. കണ്ണൂരിൽ നിന്ന് മാത്രം പഠിക്കരുത്. കണ്ണൂര് ചിറക്കലിലാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി കേരള ഫോക്ലോർ അക്കാദമിയുടെ ഒരു പ്രസിദ്ധീകരണം ഉണ്ട്, അതേതാണ്? പൊലി. പൊലിയാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ഒരു പ്രസിദ്ധീകരണം എന്ന് പറയുന്നത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണം ഏതാണ്? പൊലി. ഇനി കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ചോദിച്ചാൽ അതാരാണ്? ജി ഭാർഗവൻ പിള്ളയാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരാണ്? ജി ഭാർഗവൻ പിള്ള. ജി ഭാർഗവൻ പിള്ളയാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ. ഇനി ഇവർ കൊടുക്കുന്ന ഒരു പുരസ്കാരമുണ്ട്, അതേതാണ്? പി കെ കാളൻ പുരസ്കാരം. പി കെ കാളൻ പുരസ്കാരം ഏത് അക്കാദമിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം. ഏതായിരിക്കും? കേരള ഫോക്ലോർ അക്കാദമി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അത്രയും കാര്യം അവിടെ ഓർത്തു വെക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങള്, കേരള ഫോക്ലോർ അക്കാദമി സ്ഥാപിച്ച വർഷം 1995 കണ്ണൂർ ചിറക്കലാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇവരുടെ ഒരു പ്രസിദ്ധീകരണമാണ് പൊലി എന്ന് പറയുന്നത്. പുലിയല്ല, പൊലി ട്ടോ, പൊലി. അതുപോലെ ആദ്യ ചെയർമാൻ, കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരാണ്? ജി ഭാർഗവൻ പിള്ള അല്ലെ? ജി ഭാർഗവൻ പിള്ളയാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ. നിലവിലെ ചെയർമാൻ ഒക്കെ ഉണ്ട് കേട്ടോ. അത് അയാളൊക്കെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സിന്റെ ഒരു മാരത്തോൺ ക്ലാസ് ഉണ്ടാവും, ആ സമയത്ത് പഠിക്കാം. ഓക്കെ, അപ്പം ആദ്യ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ജി ഭാർഗവൻ പിള്ള. ജി ഭാർഗവൻ പിള്ള. പി കെ കാളൻ പുരസ്കാരം ഏത് അക്കാദമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? കേരള ഫോക്ലോർ അക്കാദമി. ഇത്രയും കാര്യം ഓർത്തു വെക്കാലോ. ഇനി അടുത്തത് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇതൊക്കെ പരീക്ഷയിൽ ചോദിച്ചതാണ്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് 1981. ആദ്യം 1 അവസാനം 1 അല്ലെ? ബാലന് 1 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് ആലോചിച്ചാൽ മതി. ജസ്റ്റ് ഓർത്തു വെക്കട്ടോ. അപ്പം കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് 1981. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂരും കണ്ണൂരും ഒന്നും അല്ല, തിരുവനന്തപുരമാണ് കേട്ടോ. അപ്പൊ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ളതാണ് ഏത്? കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഇവരുടെയും ഒരു പ്രസിദ്ധീകരണമുണ്ട്, അതാണ് ഏത്? തളിര് അല്ലെ? തളിര്, ബാലന്മാരുമായി ബന്ധപ്പെട്ട് തളിര് പോലത്തെ ബാലൻ എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ തളിര് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റേതെന്ന് ചോദിച്ചാൽ ഏതാണ്? കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റേതാണ്. ഓക്കെ, ഇനി ഇവരുടെ ഒരു മുദ്രാവാക്യമുണ്ട്, എന്തായിരിക്കും? വായിച്ച് വളരുക അല്ലെ? കുട്ടികളല്ലേ, അപ്പൊ വായിച്ച് വളരുക. വായിച്ച് വളരുക എന്ന മുദ്രാവാക്യമുള്ള സ്ഥാപനം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെച്ചാൽ മതി. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അല്ലെങ്കിൽ അത് സ്ഥാപിച്ച വർഷം ചോദിച്ചാൽ 1981. ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരം. ഇവരുടെ പ്രസിദ്ധീകരണമാണ് ഏത്? തളിർ എന്ന് പറയുന്നത്. മുദ്രാവാക്യം ചോദിച്ചാൽ വായിച്ച് വളരുക. ക്ലിയർ. ഇനി അടുത്തത് നമ്മുടെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 1968 സ്ഥാപിക്കുന്നത്. 1968 കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത്. തിരുവനന്തപുരമാണ് ഇതിന്റെയും ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ചോദിച്ചാലും അത് എവിടെ തന്നെയാണ്? തിരുവനന്തപുരമാണ് കേട്ടോ. അപ്പൊ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ് വരുന്നത്. ഇനി നമ്മുടെ NV കൃഷ്ണവാര്യരാണ് ഏത് സ്ഥാപിക്കുന്നത്? ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത്. ഇവരുടെ ഒരു പ്രസിദ്ധീകരണമുണ്ട്, അതേതാണ്? വിജ്ഞാന കൈരളി. വിജ്ഞാന കൈരളി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണമാണ് ഏത്? വിജ്ഞാന കൈരളി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കുക. 1968 കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത്. തിരുവനന്തപുരമാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. NV കൃഷ്ണവാര്യരാണ് ഇത് സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ പ്രസിദ്ധീകരണം ചോദിച്ചാൽ അതേതാണ്? വിജ്ഞാന കൈരളി. വിജ്ഞാന കൈരളി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മുടെ മലയാളം മിഷനെ പറ്റിയിട്ടാണ്. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഏത്? മലയാളം മിഷൻ എന്ന് പറയുന്നത്. 2009 ഒക്ടോബർ 22 ഡൽഹിയിലാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് എവിടെയാണ്? അത് തിരുവനന്തപുരമാണെന്ന് ഓർത്തു വെക്കാം.
അത്രയും കാര്യം അവിടെ ഓർത്തു വെച്ചാൽ മതി. അതായത് മലയാള ഭാഷയും സംസ്കാരവും ആഗോള തലത്തില് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്, മലയാളം മിഷൻ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇത് ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ആഗോള തലത്തിലല്ലേ, അപ്പൊ ഡൽഹിയിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. 2009 ഒക്ടോബർ 22-നാണ് മലയാളം മിഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ആസ്ഥാനം ചോദിച്ചാൽ അത് എവിടെയാണ്, തിരുവനന്തപുരമാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്കിവിടെ ഓർത്തു വെക്കണം. നമ്മുടെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1998 ആണ് കേട്ടോ, ചോദിച്ചിട്ടുള്ളതാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിച്ചത് 1998 ആണ്. അതുപോലെ കേരളീയ നൃത്ത പഠനത്തിനും പരിശീലനത്തിനുമുള്ള കേന്ദ്രം ചോദിച്ചാൽ അത് ഏതാണ്, മാർഗിയാണ്. തിരുവനന്തപുരമാണ് ആസ്ഥാനം. മാർഗി എന്ന് പറഞ്ഞാല് കേരളീയ നൃത്ത പഠനത്തിനും പരിശീലനത്തിനും ഒക്കെ ഉള്ള ഒരു സ്ഥാപനമാണ് ഇത് മാർഗി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊന്നാണ് കേരള നടനം എന്ന കലാരൂപം ആവിഷ്കരിച്ചത് ആരാണ്, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഗുരു ഗോപിനാഥ് ആണ് കേട്ടോ. കേരള നടനം എന്ന് പറയുന്ന കലാരൂപം ആവിഷ്കരിച്ചത് ഗുരു ഗോപിനാഥ് ആണ്. ഈ ഗുരു ഗോപിനാഥ് നടന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അത് വട്ടിയൂർക്കാവാണ്. രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. കേരള നടനം എന്ന് പറയുന്ന ആ ഒരു കലാരൂപം ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാല് ഗുരു ഗോപിനാഥ് ആണ്. അതുപോലെ ഗുരു ഗോപിനാഥ് നടന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്, വട്ടിയൂർക്കാവാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തു വെക്കാം. ജസ്റ്റ് ഒന്ന് ഞാൻ റിവൈസ് ചെയ്തുതരാം നമ്മൾ ഈ പറഞ്ഞ സ്ഥാപനങ്ങളെ പറ്റിയിട്ട്. നമ്മൾ ആദ്യം കേരള കലാമണ്ഡലം പറഞ്ഞു, 1930 നവംബർ 9-നാണ് സ്ഥാപിക്കുന്നത്. തൃശ്ശൂരാണ് ആസ്ഥാനം എന്ന് പറയുന്നത്. ആരായിരുന്നു സ്ഥാപിച്ചത്, ആരുടെ പങ്കാളിത്തത്തോട് കൂടിയിട്ടാണ്, മണക്കുളം മുകുന്ദരാജയുടെ പങ്കാളിത്തത്തോട് കൂടിയിട്ട് വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നത്. ഇതിന് കൽപ്പിത സർവകലാശാല പദവി ലഭിക്കുന്നത് എന്നാണ്, 2007 അല്ലെ, 2007 ഓർത്തു വെക്കണേ. അടുത്തത് നമ്മൾ പറഞ്ഞത് കേരള സാഹിത്യ അക്കാദമിയെ പറ്റിയിട്ടാണ്. 1956 ഓഗസ്റ്റ് 15-നാണ് കേരള സാഹിത്യ അക്കാദമി രൂപീകരിക്കുന്നത്. ഓക്കെ, അതിനെ ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ഒക്ടോബർ 15-നാണ്. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിന്റെയും ആസ്ഥാനം എവിടെ തന്നെയാണ്, തൃശ്ശൂരാണ്. ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്, സർദാർ കെ എം പണിക്കരാണ്. ഇവരുടെ പ്രസിദ്ധീകരണമാണ് സാഹിത്യ ചക്രവാളം. അതിനുശേഷം നമ്മൾ കേരള സംഗീത നാടക അക്കാദമിയെ പറ്റി പറഞ്ഞു അല്ലെ. ഏതാ വർഷം, 1958-ലാണ് അല്ലെ. തൃശ്ശൂരാണ് ആസ്ഥാനം എന്ന് പറയുന്നത്. ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്തത്. ഇവരുടെ പ്രസിദ്ധീകരണമാണ് കേളി എന്ന് പറയുന്നത്. മങ്കു തമ്പുരാനാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ഒക്കെ ഒന്ന് ആലോചിക്കുക, പറയുമ്പോ കണ്ണടച്ചിങ്ങനെ ആലോചിക്കുക, അതൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടോ നോക്കാട്ടോ. പിന്നീട് നമ്മൾ പറഞ്ഞത് ഏതാണ്, കേരള ലളിത കലാ അക്കാദമി അല്ലെ. കേരള ലളിത കലാ അക്കാദമി 1962-ലാണ് സ്ഥാപിക്കുന്നത്. തൃശ്ശൂർ തന്നെയാണ് ഇതിന്റെയും ആസ്ഥാനം എന്ന് പറയുന്നത്. ആദ്യത്തെ ചെയർമാനെ പറയുകയാണെങ്കിൽ അതാരാണ്, എം രാമവർമ്മ രാജയാണ് കേരള ലളിത കലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്. അതിനുശേഷം കേരള ഫോക്ലോർ അക്കാദമിയെ പറ്റി പറഞ്ഞു അല്ലെ. 1995-ലാണ് കേരള ഫോക്ലോർ അക്കാദമി സ്ഥാപിക്കുന്നത്. കണ്ണൂര് ചിറക്കലാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി കേരള ഫോക്ലോർ അക്കാദമിയുടെ ഒരു പ്രസിദ്ധീകരണം ഉണ്ട്. ഏതാണത്, പൊലി അല്ലെ. പൊലിയാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണം എന്ന് പറയുന്നത്. ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്, ജി ഭാർഗവൻ പിള്ളയാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി ഇവർ കൊടുക്കുന്ന ഒരു പുരസ്കാരമുണ്ട്. അതേതാണ്, PK കാളൻ പുരസ്കാരം. ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, കേരള ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് സ്ഥാപിക്കുന്നത്, 1981 അല്ലെ, 81-ലാണ് സ്ഥാപിക്കുന്നത്. തിരുവനന്തപുരമാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അവരുടെ പ്രസിദ്ധീകരണമാണ് തളിര്. അതുപോലെ മറ്റൊരു മുദ്രാവാക്യം നമ്മൾ പറഞ്ഞു, ഏതാണ്, വായിച്ച് വളരുക. ഏതിൻ്റെതാണ്, കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെതാണ് വായിച്ച് വളരുക എന്നത്. പിന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ പറഞ്ഞു, ഏതാണ് വർഷം, 1968 ഇനി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാല് NV കൃഷ്ണവാര്യർ ആണ്. പ്രസിദ്ധീകരണം ഏതാണ്, വിജ്ഞാന കൈരളി. മലയാള മിഷൻ എന്നായിരുന്നു പറഞ്ഞത്, 2009 ഒക്ടോബർ 22 അല്ലെ. 2009 ഒക്ടോബർ 22. അതുപോലെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ആണെങ്കിൽ 1998-ലാണ് സ്ഥാപിക്കുന്നത്. കേരളീയ നൃത്ത പഠനത്തിനും അതിന്റെ പരിശീലനത്തിനുമായിട്ടുള്ള ഒരു സ്ഥാപനം ഉണ്ട്. അതേതായിരുന്നു, മാർഗിയുടെ ആസ്ഥാനം തിരുവനന്തപുരം തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പൊ മാർഗി, അതൊക്കെ ഓർത്തു വെക്കുക. അതിനുശേഷം നമ്മൾ കേരള നടനത്തെ പറ്റി പറഞ്ഞു അല്ലെ. കേരള നടനം എന്ന കലാരൂപം കൊണ്ടുവന്നത് ആരാണ്,
ആരായിരുന്നു? ഗുരു ഗോപിനാഥ് ആണ് അല്ലെ. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് വട്ടിയൂർക്കാവിലാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് കേൾക്കാം. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് നമ്മുടെ സിലബസിൽ പറയുന്നതാണ് സാഹിത്യകാരന്മാര്. അപ്പൊ സാഹിത്യകാരന്മാരെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൃതികൾ തന്നെ പഠിക്കണമെങ്കിൽ വേണമെങ്കിൽ ഒരു ദിവസം വേണ്ടി വരും. പിന്നെ അവർ ജനിച്ചതും മരിച്ചതും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, അവാർഡ് കിട്ടിയതും കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ പഠിച്ചു പോകേണ്ടതില്ല. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ആളുകൾ, അവരുടെ കൃതികളും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഭാഗം പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന സാഹിത്യകാരന്മാരൊക്കെ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ മലയാള പാഠഭാഗത്ത് ലാസ്റ്റ് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അവിടെയുള്ള കൃതികളൊക്കെയാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവിടെയുള്ള കൃതികളൊക്കെ വരാനായിരിക്കും കുറച്ചും കൂടി സാധ്യത കൂടുതൽ. അപ്പൊ എല്ലാ കൃതികളൊന്നും ഉൾപ്പെടുത്തുന്നില്ല, ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ അല്ലെ. വൈക്കം മുഹമ്മദ് ബഷീർ തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ്? അതൊക്കെ നമുക്ക് അറിയാവുന്ന കൃതികളാണ് അല്ലെ. ഏതൊക്കെയായിരുന്നു? ബാല്യകാല സഖി, അതുപോലെ തന്നെ എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു, അതുപോലെ പാത്തുമ്മയുടെ ആട്, മതിലുകള്, ശബ്ദങ്ങള്, ആനവാരിയും പൊൻകുരിശും. ഇതൊക്കെ ആരുടേതാണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിൽ വരുന്നതാണ്. ഏതൊക്കെയാണ്? ഒന്ന് ഓർത്തെടുത്തേ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം മനസ്സിൽ കൊണ്ടുവരാം. ബാല്യകാല സഖി അതറിയും അല്ലെ. പാത്തുമ്മയുടെ ആട്, അതുപോലെ ആനയുമായി ബന്ധപ്പെട്ട് രണ്ട് കൃതികളുണ്ട്. ഒന്നെന്താ? ഇന്റെ ഉപ്പുപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു, അതുപോലെ ആനവാരിയും പൊൻകുരിശും. അതുപോലെ ഓർത്തിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കൃതികളാണ് മതിലുകള്, ശബ്ദങ്ങള്. നമ്മളൊരു ശബ്ദം കേട്ടാൽ എന്ത്? മതിലിന്റെ മുകളിലൂടെ നോക്കൂലേ. അപ്പൊ ശബ്ദങ്ങളും മതിലുകളും ആരുടേതാണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റേതാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റേതാണ് ശബ്ദങ്ങളും മതിലുകളും. ഓർത്തു വെക്കണേ. ഇനി അടുത്തത് നമ്മുടെ ഉള്ളൂർ എസ് പരമേശ്വരുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ് ഉമാകേരളം. ഉമാകേരളം ഉള്ളൂരിന്റേതാണ്. ഉമാകേരളം ഉള്ളൂരിന്റേതാണ്. പിങ്കള തരങ്കിണി, പിങ്കള തരങ്കിണി ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിങ്കള ചോദിച്ചിട്ടുണ്ട്, ഉമാകേരളവും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഉമാകേരളം, പിങ്കള തരങ്കിണി ആരുടേതാണ്? ഉള്ളൂരിന്റേതാണ്. ഉമാകേരളം നമുക്ക് കിട്ടും അല്ലെ. ഉമാകേരളം ഉള്ളൂര്, അതിന്റെ കൂടെ ഓർത്തു വെക്കുക പിങ്കള. പിങ്കളയും ആരുടെ തന്നെയാണ്? ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടേതാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് MT വാസുദേവൻ നായരാണ്. അപ്പൊ MT വാസുദേവൻ നായരെ പറ്റിയിട്ട് നമുക്ക് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അദ്ദേഹം അന്തരിച്ചത് എന്നാണ്? 2024 ഡിസംബർ 25-നാണ്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് കൃതികളൊക്കെ പരീക്ഷയിൽ ഇങ്ങനെ അടുത്ത കാലങ്ങളിലായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമുക്ക് നോക്കാം. MT വാസുദേവൻ നായർ എവിടെയാ ജനിക്കുന്നത്? പൊന്നാനിലെ, മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വർഷം പഠിക്കാൻ പറ്റുന്നവരൊന്ന് പഠിച്ചു വെച്ചേക്ക. 1933 പക്ഷെ മരിച്ച വർഷം എന്തായാലും പഠിക്കണം. 2024 ഡിസംബർ 25 എന്നാണ്? 2024 ഡിസംബർ 25, 24 അല്ലെ. 24 കഴിഞ്ഞിട്ട് 25 അങ്ങനെ ഓർത്താ മതി. വർഷം 2024 2024 ഡിസംബർ അല്ലെ, ആ ലാസ്റ്റ് മാസാണ്. ഡിസംബർ 25-നാണ് MT വാസുദേവൻ നായർ മരിക്കുന്നത്. ജനിച്ചത് എന്നാന്ന് ചോദിച്ചാല് 1933 കേട്ടോ. ഓപ്ഷണൽ ആണ്, പഠിക്കാൻ പറ്റുന്നവര് പഠിക്കാം. ഇൻ കേസ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളൊക്കെ ഉൾപ്പെടുത്താം. അപ്പം 1933 അദ്ദേഹം ജനിക്കുന്നു. 2024 ഡിസംബർ 25-നാണ് അദ്ദേഹം മരിക്കുന്നത്. ഓക്കെ, ജനിക്കുന്നത് എവിടെയാണ് അദ്ദേഹം? മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലാണ് അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ചോദിച്ചാൽ അത് എവിടെയാണ്? നമ്മുടെ കോഴിക്കോട് സ്മൃതി പദത്തിലാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോഴിക്കോട് സ്മൃതി പദത്തിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം എന്ന് പറയുന്നത്. അപ്പൊ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം എവിടെയാണ്? സ്മൃതി പദമാണ്, കോഴിക്കോടാണെന്ന് ഓർത്തു വെക്കാം. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. അപ്പൊ ജ്ഞാനപീഠ പുരസ്കാരം 1995-ലാണ് MT വാസുദേവൻ നായർക്ക് കിട്ടുന്നത്. അപ്പൊ ഏത് വർഷമാണ്? 1995. 1995-ലാണ് MT വാസുദേവൻ നായർക്ക് എന്ത് കിട്ടുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത്. ഇനി എഴുത്തച്ഛൻ പുരസ്കാരമാണെങ്കിലോ അത് 2011. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് 95. ഇനി ഒരു സ്റ്റേറ്റ്മെന്റിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ ഈ എഴുത്തച്ഛൻ പുരസ്കാരമൊക്കെ ഉൾപ്പെടുത്താം. 2011 എന്ത് ചെയ്തിട്ടുണ്ട്? എഴുത്തച്ഛൻ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.
പത്മവിഭൂഷൺ കിട്ടിയത് എന്നാണ് 2025 വളരെ ഇമ്പോർട്ടന്റ് ആണ്. മരണാനന്തര ബഹുമതിയായിട്ട് 2025 പത്മവിഭൂഷൺ ആണ് കേട്ടോ, ഭൂഷൺ അല്ല, പത്മവിഭൂഷൺ, ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നതല്ലേ പത്മവിഭൂഷൺ. അത് 2025 ആർക്ക് ലഭിക്കുന്നുണ്ട്? MT വാസുദേവൻ നായർക്ക് ലഭിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് MT വാസുദേവൻ നായർ കുറച്ചും കൂടി പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്ന് പറയുന്നത്. കാരണം അദ്ദേഹം അന്തരിച്ചതും ഒരു കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ചോദിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 2025 എന്തും ലഭിക്കുന്നുണ്ട്? മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷണം ലഭിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിൽ ഇവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ ഈ പറയുന്ന സാഹിത്യവുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പഠന രീതി മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. അല്ലാതെ എല്ലാ സാഹിത്യകാരന്മാരെ പറ്റിയിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നിൽക്കരുത്. അങ്ങനെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യുക? അത് സ്കിപ്പ് ചെയ്യുക. പക്ഷെ ഇതൊക്കെ എന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവരെ പറ്റിയിട്ട് ഇത്രയെങ്കിലും കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ അല്ലെങ്കിൽ പുസ്തക രൂപത്തിൽ പുറത്തു വന്നിട്ടുള്ള ആദ്യ നോവലാണ് ഏത്? നാലുകെട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പുസ്തക രൂപത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ നോവൽ ചോദിച്ചാൽ അതേതാണ്? നാലുകെട്ടാണ്. അതുപോലെ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള നോവൽ ആണെങ്കിൽ അതേതാണ്? കാലമാണ്. അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവൽ ആണെങ്കിൽ അതേതാണ്? കാലമാണ്. വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണെങ്കിലോ രണ്ടാമൂഴമാണ് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ നോക്കുകയാണെങ്കിൽ നാലുകെട്ട്, മഞ്ഞ്, കാലം, രണ്ടാമൂഴം, അസുരവിത്ത്, വാരണാസി, ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ MT വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കണം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? 1933 അദ്ദേഹം ജനിക്കുന്നു. 2024 ഡിസംബർ 25 മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ചോദിച്ചാൽ സ്മൃതി പദമാണ് കോഴിക്കോടുള്ളത്. അതുപോലെ തന്നെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് 1995 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് 2011 അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിക്കുന്നത് എന്നാണ്? അത് 2025 ഇനി അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവല് ഒരു പുസ്തക രൂപത്തിലേക്ക് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ആദ്യ നോവലാണ് ഏത് എന്ന് പറയുന്നത്? നാലുകെട്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ എന്ന് പറയുന്നത്. പുസ്തക രൂപത്തില് പുറത്തു വന്ന ആദ്യ നോവലാണ് നാലുകെട്ട്. അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവൽ ചോദിച്ചാൽ അതേതാണ്? കാലമാണ്. കാലത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ഇനി വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണെങ്കിലോ രണ്ടാമൂഴം. നമ്മൾ വയലിലല്ലേ ഉഴുന്നത് അല്ലെ? അപ്പൊ രണ്ടാമൂഴം വയല് ഓർത്തു വെക്കാലോ. അപ്പൊ വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഏത്? രണ്ടാമൂഴം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട രണ്ടിടങ്ങഴി മാറിപ്പോകരുത് കേട്ടോ. രണ്ടാമൂഴം ആരുടേതാണ്? MTയുടേതാണ്. രണ്ടിടങ്ങഴി ആരുടേതാണ്? രണ്ടിടങ്ങഴി അത് ആരുടേതായിരുന്നു? തകഴി അല്ലെ? രണ്ടിടങ്ങഴി ആരുടേതാണ്? അത് തകഴി രണ്ടിടങ്ങഴി, അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. രണ്ടാമൂഴം MT വാസുദേവൻ നായരുടേതാണ് കേട്ടോ. അപ്പൊ അതിനാണ് വയലാർ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ പറയുകയാണെങ്കിൽ നാലുകെട്ട്, അതുപോലെ മഞ്ഞ്, കാലം, രണ്ടാമൂഴം, അസുരവിത്ത്, വാരണാസി ഇത്രയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരാളെ പഠിക്കാം. ONV കുറുപ്പിനെ പറ്റിയിട്ടാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ ഒന്ന് ഓർത്തു വെക്കുക. ഏതൊക്കെയാണ്? ഉപ്പ്, ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ് ഉപ്പ്, ഉജ്ജയിനി, മൃഗയ, അതുപോലെ ഭൂമിക്കൊരു ചരമഗീതം. ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഉപ്പ്, ഉജ്ജയിനി, മൃഗയ ONV കുറുപ്പിന്റേതാണ്. ഏതൊക്കെയാണ്? ഉപ്പ്, ഉജ്ജയിനി, മൃഗയ, ഭൂമിക്കൊരു ചരമഗീതം, ഇതൊക്കെ ONV കുറുപ്പിന്റേതാണ്. അദ്ദേഹത്തിന് എന്നാ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്? 2007 ONV കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന വർഷം 2007. വർഷം ഓർത്തു വെക്കണേ. 2007 ONV കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരാളാണ് നമ്മുടെ തകഴി ശിവശങ്കര പിള്ള. ആലപ്പുഴ ജില്ലയിലാണ് ജനനം. നമുക്കറിയാം കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അല്ലെ? കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നതാണ് തകഴി ശിവശങ്കര പിള്ള. അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് എന്നാണ്? 1984. ONVക്ക് 2007, തകഴിക്ക് എന്നാണ്? 1984 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടിടങ്ങഴി, കയറ്, തോട്ടിയുടെ മകൻ, ഏണിപ്പടികള്, നിത്യകന്യക, ഇതൊക്കെ തകഴിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ്. ഏതൊക്കെയാണ്? ചെമ്മീന് നമുക്കറിയാവുന്നതാണ് അല്ലെ? ചെമ്മീന്, അതുപോലെ രണ്ടിടങ്ങഴി, ഏണിപ്പടികള്,
പിന്നെ ഏതാണ് തോട്ടിയുടെ മകന്, നിത്യകന്യക, ഇതൊക്കെ ആരുടേതാണ്? തകഴി ശിവശങ്കര പിള്ളയുടേതാണ്. അപ്പം കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നു. 1984 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കണേ. ഇനി നമുക്ക് കുമാരനാശാനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. കുമാരനാശാൻ നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്നു അല്ലെ. അതുകൊണ്ടാണ് അദ്ദേഹം SNDP യോഗത്തിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ പറയുന്ന SNDP യോഗത്തിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതാരാണ്? കുമാരനാശാനാണ്. അദ്ദേഹം എങ്ങനെയാ മരിക്കുന്നത്? ഒരു ബോട്ട് അപകടത്തിലാണ് അല്ലെ. പല്ലനയാറ്റിലെ ബോട്ട് അപകടത്തിൽ മരിക്കുന്ന ഒരു സാഹിത്യകാരനായിരുന്നു ആരാ? കുമാരനാശാൻ എന്ന് പറയുന്നത്. 1924 ഈ ഒരു അപകടം നടക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക, വർഷം പറ്റുകയാണെങ്കിൽ പഠിക്കാം. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ നോക്കുകയാണെങ്കിൽ കുറച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വരുന്ന കൃതികളായിരിക്കും അദ്ദേഹത്തിൻ്റെത് അല്ലെ. വീണപൂവ്, നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത, ചണ്ടാല ഭിക്ഷുകി, പിന്നെ ഓർത്തു വെക്കേണ്ട പ്രരോദനം, കരുണ. അപ്പൊ അദ്ദേഹത്തിന്റെ പേരുകൾ അല്ലെങ്കിൽ കൃതികളുടെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ഇത് കുമാരനാശാന്റെ ഓർമ്മ വരും. കുറെ സ്ത്രീ കഥാപാത്രം അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പേരുകളാണ്. വീണപൂവ്, നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത, പിന്നെ ചണ്ടാല ഭിക്ഷുകി. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് കരുണ പ്രരോദനം. ഇതൊക്കെ ആരുടേതാണ്? കുമാരനാശാന്റേതാണ്. ഓക്കെ, അപ്പൊ SNDP യോഗത്തിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതാരാണ്? കുമാരനാശാനാണ്. 1924 പല്ലനയാറ്റിലെ ബോട്ട് അപകടത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. വീണപൂവ്, നളിനി, ലീല, ചണ്ടാല ഭിക്ഷുകി, ചിന്താവിഷ്ടയായ സീത, പ്രരോദനം, കരുണ, ഇതൊക്കെ ആരുടെ കൃതികളാണ്? കുമാരനാശാന്റെ കൃതികളാണ്. അത്രയും കാര്യം ഓർത്തു വെക്കാലോ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് SK പൊറ്റക്കാടാണ്. SK പൊറ്റക്കാടിനും ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1980 ആർക്ക് ലഭിക്കുന്നത്? SK പൊറ്റക്കാടിന് ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, ഏത് കൃതിക്കായിരുന്നു? ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, അപ്പം SK പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന കൃതിക്ക് 1980 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചൊരു കൃതിയുണ്ട്. അതേതാണ്? ഒരു തെരുവിന്റെ കഥ. ഇത് രണ്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദ്യങ്ങളിൽ വന്നിട്ടുള്ളതാണ്. മാറിപ്പോകാത്ത രീതിയിൽ പഠിക്കണം. ഇത് മാറിപ്പോവാൻ ഓപ്ഷനിൽ രണ്ടും തരും. അപ്പം അദ്ദേഹത്തിന് SK പൊറ്റക്കാടിന് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത് ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ്. ഓക്കെ, ഇനി ഒരു തെരുവിന്റെ കഥയ്ക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. അപ്പം ദേശമാണോ തെരുവാണോ വലുത്? ദേശമല്ലേ നമ്മൾ പറയാം. അപ്പൊ ഏറ്റവും വലിയ അവാർഡ് ഏതാ? ജ്ഞാനപീഠം അല്ലേ. അപ്പൊ ജ്ഞാനപീഠം ലഭിച്ചത് ദേശത്തിന്റെ കഥയ്ക്കാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതാണെങ്കിൽ അത് തെരുവിന്റെ കഥയാണ്. ഇനി അദ്ദേഹം നമുക്ക് പറയാം ഒരുപാട് യാത്രകൾ ചെയ്യുന്ന വ്യക്തിയാണ്. യാത്രാ വിവരണങ്ങൾ അദ്ദേഹത്തിന് ധാരാളമായിട്ടുണ്ട്. പാപ്പിരികളുടെ നാട്ടില്, നൈൽ ഡയറി, ലണ്ടൻ നോട്ട്ബുക്ക്, ബാലി ദ്വീപ്, സിംഹഭൂമി, ഇതൊക്കെ അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവൂലേ ഇത് SK പൊറ്റക്കാടിന്റേതാണെന്ന് ഓർത്തു വെക്കണം. പാപ്പിരികളുടെ നാട്ടില്, നൈൽ ഡയറി, ലണ്ടൻ നോട്ട്ബുക്ക്, ബാലി ദ്വീപ്, അതുപോലെ സിംഹഭൂമി, ഇതൊക്കെ ആരുടേതാണ്? SK പൊറ്റക്കാടിന്റേതാണ്. അതുപോലെ തന്നെ ഒന്ന് രണ്ട് മറ്റു കൃതികളുണ്ട്. വിഷകന്യക, ഇതൊക്കെ ചോദിച്ചതാണ് കേട്ടോ. വിഷകന്യക ആരുടേതാണ്? SK പൊറ്റക്കാടിന്റേതാണ്. നാടൻ പ്രേമം ആരുടേതാണ്? SK പൊറ്റക്കാടിന്റേതാണ്. വിഷകന്യക, നാടൻ പ്രേമം SK പൊറ്റക്കാടിന്റേതാണ്. ഓർത്തു വെക്കാലോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനുള്ളത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. മിക്കവാറും കൃഷിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കൃതികളാണ് അദ്ദേഹത്തിനുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കയ്പവല്ലരി, കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, വിത്തും കൈക്കോട്ടും, കുടിയൊഴിപ്പിക്കൽ, ശ്രീരേഖ, ഇത്രയും ആരുടേതാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അല്ലെ, ഒരു കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഓർത്തു വെക്കുക. കയ്പവല്ലരി, കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, വിത്തും കൈക്കോട്ടും, പിന്നെന്താ? കുടിയൊഴിപ്പിക്കൽ. ആരെയാണ് കുടിയൊഴിപ്പിച്ചത്? ശ്രീരേഖനെയാണെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ കുടിയൊഴിക്കൽ, ശ്രീരേഖ, ഇതൊക്കെ ആരുടേതാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇനി നമ്മുടെ കുഞ്ചൻ നമ്പ്യാരെ പറ്റിയിട്ട് അടുത്ത പരീക്ഷയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എന്താ പറയാ, അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും അധികം പഠിക്കേണ്ടതായിട്ട് വരും അല്ലെ. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാതിരിക്കുന്നത് നല്ലത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത്. പാലക്കാട് ജില്ലയിലെ ലക്കിടിയില് കിള്ളിക്കുറിശി മംഗലത്താണ് ആര് ജനിക്കുന്നത്? കുഞ്ചൻ നമ്പ്യാർ ജനിക്കുന്നത്.
അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ് കല്യാണ സൗഗന്ധികം, ഘോഷയാത്ര, കീചകവധം. കുഞ്ചൻ നമ്പ്യാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ്. ഏതൊക്കെയാണ്? കല്യാണ സൗഗന്ധികം, ഘോഷയാത്ര, കീചകവധം. ഇതാണ് കുഞ്ചൻ നമ്പ്യാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തു വെക്കാം, പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലെ കിള്ളിക്കുറിശിമംഗലത്താണ് ആര് ജനിക്കുന്നത്? കുഞ്ചൻ നമ്പ്യാർ ജനിക്കുന്നത്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. കല്യാണ സൗഗന്ധികം, ഘോഷയാത്ര, കീചകവധം ആരുടേതാണ്? കുഞ്ചൻ നമ്പ്യാരുടേതാണെന്ന് ഓർത്തു വെക്കണം. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കുക. ഇനി നമുക്ക് ഒരാളെയും കൂടി പഠിക്കാനുണ്ട്. ഇദ്ദേഹത്തെ പറ്റി പഠിക്കണം. കാരണം അദ്ദേഹം അടുത്ത കാലത്താണ് അന്തരിച്ചിട്ടുള്ളത്. ആരാണ്? വേറെ ആരുമല്ല, നമ്മുടെ MK സാനു ആണ്. ഒരുപാട് വിമർശന ശൈലിയിലൂടെ ഒരുപാട് രചനകൾ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ് MK സാനു എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം 2025 ഓഗസ്റ്റ് 2-നാണ് അന്തരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡേറ്റ്. നമ്മള് MT മരിച്ചത് എന്നാ പറഞ്ഞല്ലേ, 2024-ലാണ്. 2024 ഡിസംബർ 25-നാണ്. ഓക്കെ. എന്നാൽ MK സാനു മരിക്കുന്നത് 2025 ഓഗസ്റ്റ് 2-നാണ് ആരും മരിക്കുന്നത്? MK സാനു മരിക്കുന്നത്. അപ്പൊ വിമർശന ശൈലിയിലൂടെയുള്ള അവതരണത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ രചനകൾ വന്നിട്ടുള്ളത്. അദ്ദേഹം 1928-ലാണ് ജനിക്കുന്നത്. വർഷം പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് പഠിക്കാം. കാരണം അദ്ദേഹം 2025 ഏറ്റവും ലേറ്റസ്റ്റിലെ അടുത്ത കാലത്താണ് മരിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തെ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണെങ്കിൽ ജനന വർഷം വേണമെങ്കിൽ ചോദിക്കാം. അപ്പം 1928-ലാണ് അദ്ദേഹം ജനിക്കുന്നത്. 2025 ഓഗസ്റ്റ് 2-നാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഏതാ? കർമ്മഗതി എന്ന് പറയുന്നത്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. MK സാനുവിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? കർമ്മഗതിയാണ് MK സാനുവിന്റെ ആത്മകഥയുടെ പേര്. അതുപോലെ അദ്ദേഹത്തിന്റെ രചനകൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വിമർശന രീതിയിലുള്ള അവതരണമാണ്. മിക്കവാറും ഒരാളുകളുടെ പേര് വെച്ചിട്ടുള്ള ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ ബുക്കൊക്കെ വരുന്നത്. ബഷീർ, ഏകാന്ത വീതിയിലെ അവധൂതൻ, സഹോദരൻ അയ്യപ്പൻ, ശ്രീനാരായണ ഗുരുദേവൻ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ ആരുടേതാണ്? MK സാനുവിന്റേതാണ്. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കാം. അപ്പൊ ഒന്നുകൂടി പറയാം, MK സാനുവുമായി ബന്ധപ്പെട്ട് 1928-ലാണ് അദ്ദേഹം ജനിച്ചത്. 2025 ഓഗസ്റ്റ് 2-ന് അന്തരിക്കുന്നു. കർമ്മഗതിയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്. ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ, സഹോദരൻ അയ്യപ്പൻ, ശ്രീനാരായണ ഗുരുദേവൻ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും സാഹിത്യകാരന്മാരെ പറ്റിയിട്ട് ഒന്ന് ഓർത്തു വെക്കാം. അപ്പം ഇതുവരെ എടുത്ത കാര്യങ്ങളൊന്ന്, അല്ലെങ്കിൽ ഈ സാഹിത്യകാരന്മാരെ വെച്ചിട്ട് ഒന്നും കൂടി നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി കേൾക്കട്ടോ. അതായത് ഇപ്പൊ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ സാഹിത്യകാരന്മാരെ, ഒന്നും കൂടി ഒന്ന് സ്പീഡിൽ കേട്ട് കഴിഞ്ഞാൽ കുറെയൊക്കെ നമ്മൾ ആ കൃതികളൊക്കെ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ആ നോട്ടൊക്കെ ഒന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്പീഡിൽ ഒന്ന് വായിച്ചെടുക്കാം. എന്നിട്ട് ബാക്കി കാര്യത്തിലോട്ടേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ സിലബസിൽ പറയുന്നത് തന്നെയാണ് എഴുത്തുകാരും തൂലികാനാമങ്ങളും. അപ്പൊ ഈ എഴുത്തുകാരും തൂലികാനാമങ്ങളൊക്കെ ഒരു കാലത്ത് ഒരുപാട് സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ഒരു തൂലികാനാമവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ കുറവാണ്, എന്നാലും ഇടയ്ക്കൊക്കെ കയറി വരാറുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് പഠിച്ചു പോവാം. ആദ്യം ടി ഉബൈദിനെ പറ്റിയിട്ടാണ്. ടി ഉബൈദ് എന്ന് പറയുന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? അബ്ദുൾ റഹ്മാൻ ആണ് കേട്ടോ. ടി ഉബൈദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? അബ്ദുൾ റഹ്മാൻ. ഓർത്തു വെക്കണേ, ടി ഉബൈദ് അബ്ദുൾ റഹ്മാൻ ആണ്. ഇനി കാക്കനാടൻ എന്ന് പറയുന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ജോർജ് വർഗീസ് ആണ്. കാക്കനാടൻ, ജോർജ് വർഗീസ്. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരും, റെഡി ആയിക്കോളും. കാക്കനാടൻ, ജോർജ് വർഗീസ്. ചോദിച്ചതാണ് ആശാ മേനോൻ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ആശാ മേനോൻ, കെ ശ്രീകുമാർ. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാർ. പാറപ്പുറത്ത് ആരായിരിക്കുന്നത്? മത്തായി ആണ് അല്ലെ, മത്തായി, KE മത്തായി ആണ് പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. വിലാസിനി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിലാസിനി MK മേനോൻ. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MK മേനോന്. കോവിലൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കോവിലൻ VV അയ്യപ്പൻ ആണ്. കോവിലൻ VV അയ്യപ്പൻ. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PC ഗോപാലൻ ആണ്. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്
PC ഗോപാലനാണ്. ഉറൂബ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഉറൂബ് ആരാണ്? PC കുട്ടിക്കൃഷ്ണനാണ് അല്ലെ. കുട്ടിക്കൃഷ്ണൻ, കുട്ടിയല്ലേ ഉറുമ്പ്, അപ്പൊ കുട്ടി കുഞ്ഞു കുഞ്ഞതല്ലേ, അപ്പൊ കുട്ടിക്കൃഷ്ണൻ, PC കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ് എന്നറിയപ്പെടുന്നത്. ഏകലവ്യൻ ആരാണെന്ന് ചോദിച്ചാല് KM മാത്യു ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഏകലവ്യൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് KM മാത്യു ആണ്. ഓംചേരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് N നാരായണ പിള്ള. ഓംചേരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് N നാരായണ പിള്ള. പറഞ്ഞത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തുതരാം. T ഉബൈദ്, നമ്മൾ പറഞ്ഞത് ആരാണ് ആദ്യം? T ഉബൈദ്. പഠിക്ക്, ഇപ്പൊ തന്നെ പഠിക്ക്. അബ്ദുൾ റഹ്മാൻ. T ഉബൈദ്, അബ്ദുൾ റഹ്മാൻ. കാക്കനാടനാണെങ്കിലോ ജോർജ് വർഗീസ്. കാക്കനാടൻ ജോർജ് വർഗീസ്. ആശാ മേനോന് ആരാണ്? K ശ്രീകുമാർ ആണ് അല്ലെ. ആശാ മേനോന് K ശ്രീകുമാർ. പാറപ്പുറത്താണെങ്കിലോ പാറപ്പുറത്ത് KE മത്തായി ആണ്. പാറപ്പുറത്ത് KE മത്തായി ആണ്. വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് MK മേനോനാണ്. വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് MK മേനോന്. കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് VV അയ്യപ്പനാണ്. കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് VV അയ്യപ്പൻ. കോവിലൻ VV അയ്യപ്പനാണെങ്കിൽ നന്ദനാരാണെങ്കിലോ PC ഗോപാലനാണ് അല്ലെ. PC ഗോപാലനാണ് നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്. ഉറൂബ്, ഉറൂബ് PC കുട്ടിക്കൃഷ്ണനാണ്. ഉറൂബ് PC കുട്ടിക്കൃഷ്ണനാണ്. ഏകലവ്യൻ KM മാത്യു ആണ്. ഓംചേരി N നാരായണ പിള്ളയാണ്. ഇനി അടുത്തത് സുമംഗല എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ലീല നമ്പൂതിരിപ്പാടാണ്. സുമംഗല എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ലീല നമ്പൂതിരിപ്പാടാണ്. അതുപോലെ വൈശാഖൻ, വൈശാഖൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് MK ഗോപിനാഥൻ നായരാണ്. വൈശാഖൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് MK ഗോപിനാഥൻ നായരാണ്. ഒളപ്പമണ്ണ, ഒളപ്പമണ്ണ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ്. ഒളപ്പമണ്ണ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. ആനന്ദ് ആണെങ്കിലോ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആനന്ദ് P സച്ചിദാനന്ദനാണ് കേട്ടോ. K അല്ല, P സച്ചിദാനന്ദൻ. ആനന്ദിപ്പിക്കുക എന്നാലോചിക്കുക. ആനന്ദിപ്പി P സച്ചിദാനന്ദനാണ്. ഓപ്ഷനിൽ K സച്ചിദാനന്ദൻ കാണും, അദ്ദേഹമല്ല. P സച്ചിദാനന്ദനാണ് ആനന്ദ്. ആനന്ദ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്. തിക്കൊടിയൻ, തിക്കൊടിയൻ ആരാണ്? തിക്കൊടിയൻ P കുഞ്ഞനന്ദൻ നായരാണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് P കുഞ്ഞനന്ദൻ നായരാണ്. ബെന്യാമിൻ, ബെന്നി ഡാനിയൽ ആണ് അല്ലെ. നമ്മുടെ ബെന്യാമിൻ ആടുജീവിതം ആരുടേതാണ്? ബെന്യാമിന്റേതാണ്. ബെന്യാമിൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ബെന്നി ഡാനിയൽ ആണ്. ബെന്നി ഡാനിയൽ. കേസരി ഇമ്പോർട്ടന്റ് ആണ്. കേസരി ബാലകൃഷ്ണ പിള്ള. കേസരി ബാലകൃഷ്ണ പിള്ളയാണ്. പ്രേംജി ആണെങ്കിലോ MP ഭട്ടതിരിപ്പാടാണ്. പ്രേംജി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് MP ഭട്ടതിരിപ്പാടാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാം. സ്പീഡിൽ ഒന്ന് റിവൈസ് ചെയ്തുതരാം. T ഉബൈദ്, അബ്ദുൾ റഹ്മാന്, കാക്കനാടൻ ജോർജ് വർഗീസ്, ആശാ മേനോൻ ആണെങ്കിൽ K ശ്രീകുമാർ, പാറപ്പുറത്ത് ആരാണ്? മത്തായി ആണ് അല്ലെ. KE മത്തായി. വിലാസിനി MK മേനോന്, കോവിലൻ VV അയ്യപ്പൻ, നന്ദനാർ PC ഗോപാലൻ, ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ, ഏകലവ്യൻ KM മാത്യു, ഓംചേരി, ഓംചേരി ആരാണ്? N നാരായണ പിള്ള, സുമംഗല ലീല നമ്പൂതിരിപ്പാട്, വൈശാഖൻ MK ഗോപിനാഥൻ നായർ, ആനന്ദ് ആണെങ്കിലോ P സച്ചിദാനന്ദൻ, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, തിക്കോടിയൻ P കുഞ്ഞനന്ദൻ നായർ, ബെന്യാമിൻ ആണെങ്കിൽ ബെന്നി ഡാനിയൽ, കേസരി ബാലകൃഷ്ണ പിള്ള, പ്രേംജി ആണെങ്കിലോ MP ഭട്ടതിരിപ്പാട്. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കാം. ഇനി നമുക്ക് ഈ പറയുന്ന എഴുത്തുകാരുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നതാണ്. അവരുടെ വിശേഷണങ്ങൾ ചോദിക്കാറുണ്ട്, അതും കൂടി ഒന്ന് ഓർത്തു വെക്കണം. അതായത് കേരള ഇബ്സൺ എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് ആര്? N കൃഷ്ണപിള്ള എന്ന് പറയുന്നത്. കേരള ഇബ്സൺ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? N കൃഷ്ണപിള്ളയാണ്. അതുപോലെ കേരള ചോസർ ആരാണ്? ചീരാമ കവിയാണ്. കേരള ചോസർ ചീരാമ കവി. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് നമ്മുടെ ചെറുശ്ശേരിയാണ്. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ്. എന്നാൽ വിപ്ലവം എവിടെയാണ്? വയലിൽ വെച്ചിട്ടാണല്ലേ. വയലാർ രാമവർമ്മ. ആലോചിക്കണം. വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? വയലാർ രാമവർമ്മ. കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് N കൃഷ്ണപിള്ളയാണ്. കേരള ചോസർ ആണെങ്കിലോ ചോസർ ചീരാമ കവിയാണ്. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ്. വിപ്ലവ കവിയാണെങ്കിലോ അത് വയലാർ രാമവർമ്മയാണ്. ഇനി നമ്മുടെ കേരള വാൽമീകി, അതുപോലെ തന്നെ കേരള ടാഗോർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള വാൽമീകി അതുപോലെ തന്നെ കേരള ടാഗോർ എന്നറിയപ്പെടുന്നത്
വള്ളത്തോൾ നാരായണ മേനോൻ. ഇനി കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള കാളിദാസൻ. എന്നാൽ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേട്ടോ, മാറരുത്. കേരള കാളിദാസൻ, കാളിദാസൻ, കാളി കോയി എന്ന് ആലോചിച്ചാൽ മതി, കാളി കോയി. കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള കാളിദാസൻ. എന്നാൽ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. ഇനി കേരള ഓർഫ്യൂസ്, ഫ്യൂസ് പോയിട്ടിരിക്കുന്നത് ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് അല്ലെ, രമണൻ എഴുതിയ ആളാണ്. അപ്പൊ ഫ്യൂസ് പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് ആലോചിക്കാം. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. എന്നാൽ കേരള സ്കോട്ട്, സ്കോട്ട് ആരാണ്? സ്കോട്ട് സ് വെച്ചിട്ട് തന്നെ CV രാമൻ പിള്ളയാണ്. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻ പിള്ളയാണ്. കേരള ഹെമ്മിങ് ആരാണ്? അത് നമ്മുടെ MT വാസുദേവൻ നായരാണ് കേട്ടോ. കേരള ഹെമ്മിങ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? MT വാസുദേവൻ നായർ. കേരള മോപ്പ് സോങ്, സോങ് ആരാണ്? തകഴിയാണ്. തകഴിയുടേതല്ലേ ചെമ്മീന്. അപ്പൊ തകഴി ശിവശങ്കര പിള്ളയാണ് കേരള മോപ്പ് സോങ് എന്ന് പറയുന്ന, കേരള മോപ്പ് സോങ് എന്നറിയപ്പെടുന്നത്. അപ്പൊ കേരള മോപ്പ് സോങ് എന്നറിയപ്പെടുന്നത് ആരാണ്? തകഴിയാണെന്ന് ഓർത്തു വെക്കാം. കേരള പാണിനിയാണ് ആരാണ്? MR രാജവർമ്മ. അതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ പാണിനി, കേരള കാളിദാസൻ, വ്യാസൻ ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അത് ഓപ്ഷനിൽ വരുമ്പോൾ മാറിപ്പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ ഓർത്തു വെക്കുക, കേരള പാണിനി എന്ന് പറയുന്നത് രാജവർമ്മയാണ് അല്ലെ. രാജാവിനൊന്നും വലിയ പണി ഉണ്ടാവൂല എന്ന് ആലോചിച്ചാൽ മതി, രാജാവല്ലേ, അങ്ങനെ വെറുതെ ഇരുന്നാ മതി അല്ലെ. അപ്പൊ MR രാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത്. കേരള കാളിദാസൻ ആണെങ്കിൽ ഏതായിരുന്നു? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരള വ്യാസനാണെങ്കിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. ഇനി നമ്മുടെ കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? കുട്ടനാടിന്റെ തകഴിയാണ് അല്ലെ, തകഴി ശിവശങ്കര പിള്ളയാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായർ. എന്നാൽ നിളയുടെ കഥാകാരൻ ആരാണ്? നമ്മുടെ MT ആണ്. MT കേരള ഹെമ്മിങ് എന്നറിയപ്പെടുന്ന MT വാസുദേവൻ നായർ തന്നെയാണ് നിളയുടെ കഥാകാരനും എന്നറിയപ്പെടുന്നത്. ബേപ്പൂർ സുൽത്താൻ ആരാണ്? അത് ബഷീർ ആണ് അല്ലെ, വൈക്കം മുഹമ്മദ് ബഷീർ ആണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത്. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തിലിരുന്ന് പാട്ട് പാടണമെങ്കിൽ നല്ല സൗണ്ട് വേണം അല്ലെ. അപ്പൊ ശബ്ദസുന്ദരനാണ് ആര്? വള്ളത്തോൾ നാരായണ മേനോന്. ഓർത്തു വെക്കണേ, ഒന്നുകൂടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് കേൾക്കുക, വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട അവാർഡുകളെ പറ്റിയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ പറയുന്ന അവാർഡുകളുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ ഈ പറയുന്ന കലാസാഹിത്യവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ കറണ്ട് അഫേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരിക. അതായത് എഴുത്തച്ഛൻ പുരസ്കാരവും കിട്ടിയിട്ടുള്ള വള്ളത്തോൾ പുരസ്കാരവും വയലാറും അതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ആർക്കാ കിട്ടിയത്, അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് അഫേഴ്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ നമുക്ക് ഈ പറയുന്ന അവാർഡുകളുമായി ബന്ധപ്പെട്ട് അത് ആദ്യമായിട്ട് കിട്ടിയതും അതിന്റെ ഒരു സമ്മാന തുക എത്രയാണ്, അതെന്നാണ് കൊണ്ടുവന്നത്, ആ കാര്യങ്ങൾ മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ മാത്രം നമുക്ക് നോക്കിയെടുത്താൽ മതി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് എഴുത്തച്ഛൻ അവാർഡ് എന്ന് പറയുന്നത്. എപ്പോഴും സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് പരീക്ഷയിൽ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന അല്ലെങ്കിൽ ആ ഒരു വർഷത്തിൽ കൊടുത്തിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഈ എഴുത്തച്ഛൻ പുരസ്കാരം എന്നാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ 1993 കേട്ടോ. 93 ഓക്കെ, 3 വയസ്സിലാണ് എഴുത്തിന് ഇരുത്തുന്നതെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ 3 വയസ്സ് ആലോചിക്കണം കേട്ടോ. 1993 3 വയസ്സിലാണ് എഴുത്തിനൊക്കെ ഇരുത്തുന്നത്, എഴുതാനായിട്ട് പഠിക്കുന്നത് എന്ന് ആലോചിക്കുക. എത്രയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക? 5 ലക്ഷം രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. ഇനി ആർക്കാണ് ഇത് ആദ്യമായിട്ട് കിട്ടുന്നത്? അത് ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് ലഭിക്കുന്നത് ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ വള്ളത്തോൾ അവാർഡാണ്. വള്ളത്തോൾ അവാർഡ് ലഭിക്കുന്നത് 1991 ആദ്യമായിട്ട് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്ന ഈ ഒരു അവാർഡ് കൊണ്ടുവരുന്നത് 1991. അതേ ഒരു നമ്പർ തന്നെയാണ് നമ്മുടെ ഇതിലെ സമ്മാന തുക എന്ന് പറയുന്നത്. 1,11,111 രൂപയാണ്. ഓക്കെ, 111 രൂപയാണ് ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് അല്ലെ. ഇവിടെയും 1 1991 1,11,111 രൂപയാണ് സമ്മാന തുക. വള്ളത്തോൾ അവാർഡ് ആദ്യമായിട്ട് നേടിയത് പാല നാരായണ മേനോനാണ് കേട്ടോ. പാല നാരായണ മേനോനാണ് അല്ലെ. വെള്ളത്തില് പാലില് വെള്ളം ചേർക്കും ആലോചിച്ചാൽ മതി. അപ്പൊ പാല നാരായണ മേനോൻ, പാല് വെള്ളം ഓക്കെ, വെള്ളം പാല്.
അപ്പൊ വള്ളത്തോൾ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? പാല നാരായണ നായർക്കാണ്. ഇനി വള്ളത്തോൾ അവാർഡ് ആദ്യമായിട്ട് നേടിയ വനിത ചോദിച്ചാൽ അത് നമ്മുടെ ബാലാമണി അമ്മയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. വള്ളത്തോൾ അവാർഡ് നേടിയ ആദ്യ വനിത ചോദിച്ചാൽ അതാരാണ്? ബാലാമണി അമ്മയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എഴുത്തച്ഛൻ പുരസ്കാരം 1993 കൊടുത്തു തുടങ്ങിയത്. 5 ലക്ഷം രൂപയാണ് അതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ്. എന്നാൽ വള്ളത്തോൾ അവാർഡ് 1991 കൊടുത്തു തുടങ്ങിയത്. 1,11,111 രൂപയാണ് ഇതിന്റെ അവാർഡ് തുക എന്ന് പറയുന്നത്. ആദ്യമായി ലഭിച്ചത് പാല നാരായണ നായർക്കാണ്. അതുപോലെ ആദ്യമായി ലഭിച്ച വനിത ചോദിച്ചാൽ അത് ബാലാമണി അമ്മയാണ്. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തത് നമ്മുടെ വയലാർ അവാർഡാണ്. വയലാർ അവാർഡ് ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങിയത് 1977 77 വയലാർ അവാർഡ് 1977. 1 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. ഇനി ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വയലാർ അവാർഡ് ആദ്യമായിട്ട് നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ലളിതാംബിക അന്തർജനാണ്. അവരുടെ കൃതിയായിട്ടുള്ള അഗ്നിസാക്ഷിക്കാണ് ആദ്യമായിട്ട് വയലാർ അവാർഡ് നേടിക്കൊടുക്കുന്നത്. അപ്പൊ വയലാർ അവാർഡ് അഗ്നിസാക്ഷിക്കാണ്. വയലിന് തീ പിടിച്ചെന്ന് ആലോചിച്ചാൽ മതി. ആദ്യമായിട്ട് അഗ്നി ഇല്ലേ, അത് ആരുടേതാണ്? അഗ്നിസാക്ഷി ലളിതാംബിക അന്തർജനത്തിന്റേതാണ്. അഗ്നിസാക്ഷി ലളിതാംബിക അന്തർജനത്തിന്റേതാണ്. വയലാർ അവാർഡ് വയലിന് തീ പിടിച്ചു അല്ലെ, അഗ്നിയായി. അഗ്നിസാക്ഷി ആദ്യത്തെ കൃതി, വയലാർ അവാർഡ് ലഭിച്ച ആദ്യത്തെ കൃതിയാണ് അഗ്നിസാക്ഷി. ആരുടേതാണ്? ലളിതാംബിക അന്തർജനത്തിന്റേതാണ്. 1977 ഇത് കൊടുത്തത്. അതുപോലെ 1 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമായിട്ടുള്ള ജ്ഞാനപീഠ പുരസ്കാരമാണ്. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ് ഏത്? ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത്. ഈ ജ്ഞാനപീഠ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഈ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാളികളെയാണ് നമ്മളിവിടെ ഓർത്തു വെക്കേണ്ടത്. അപ്പൊ ഈ ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഈ ഒരു പുരസ്കാരം അല്ലെങ്കിൽ ഇതിന്റെ ജ്ഞാനപീഠത്തിന്റെ സ്ഥാപകനാണ് ആരാണെന്ന് ചോദിച്ചാൽ അത് ശാന്തി പ്രസാദ് ജെയിൻ ആണ് ഇതിന്റെ ഒരു സ്ഥാപകൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1961 ജ്ഞാനപീഠ പുരസ്കാരങ്ങളൊക്കെ ഏർപ്പെടുത്തിയ വർഷം ചോദിച്ചാൽ 1961 ഇത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇത് നൽകി തുടങ്ങിയത് അല്ലെങ്കിൽ ഈ ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത് എന്നാണെന്ന് ചോദിച്ചാൽ 1965. അപ്പൊ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? അതാർക്കാണ്? നമ്മുടെ ജി ശങ്കരക്കുറുപ്പാണ് അല്ലെ, മലയാളിയായിട്ടുള്ള ജി ശങ്കരക്കുറുപ്പിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായിട്ട് ലഭിക്കുന്നത് 1965. ഓക്കെ, അപ്പം ഈ ജ്ഞാനപീഠ പുരസ്കാരമൊക്കെ ഏർപ്പെടുത്തിയത് 1961. പക്ഷെ ഇത് കൊടുത്തു തുടങ്ങിയത് 1965. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ മലയാളിയായിട്ടുള്ള ജി ശങ്കരക്കുറുപ്പിന് അദ്ദേഹത്തിന്റെ കൃതിയായ ഓടക്കുഴലിന് എന്ത് ലഭിക്കുന്നു? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. അപ്പൊ ജി ശങ്കരക്കുറുപ്പ് 1965 കൃതി ചോദിച്ചാല് ഓടക്കുഴല് ഓർത്തു വെക്കല്ലോ. ഇനി രണ്ടാമത് ആർക്കാണ് കിട്ടുന്നത്? ജി ശങ്കരക്കുറുപ്പ് കഴിഞ്ഞാല് നമ്മൾ പഠിച്ചു എസ് കെ പൊറ്റക്കാടിനില്ലേ 1980 65 കഴിഞ്ഞാല് 80. 1965 കഴിഞ്ഞ് 80 ആർക്ക് ലഭിക്കുന്നത്? എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുക്കുന്നത്. അതായത് എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം 1980 ലഭിക്കുന്നത്. അദ്ദേഹത്തിന് ശേഷം പിന്നീട് കിട്ടുന്നത് ആർക്കാണ്? തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ്. 80 കഴിഞ്ഞ് 84 ഓർത്തു വെക്കണേ. 1965 ആദ്യം കിട്ടി, അത് കഴിഞ്ഞ് 1980 വരുന്നു, പിന്നീട് 1984 വരുന്നു. 65 ജി ശങ്കരക്കുറുപ്പ്, 80 എസ് കെ പൊറ്റക്കാട്, 84 തകഴി ശിവശങ്കര പിള്ള. ഇവർക്കൊന്നും കൃതികൾ പറയുന്നില്ല, സമഗ്ര സംഭാവനയ്ക്കാണ് ഇവർക്കൊക്കെ ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ 2 കൃതികൾ ഓർത്താൽ മതി, ഓടക്കുഴലും ദേശത്തിന്റെ കഥയും. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അവരുടെ സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. അപ്പൊ തകഴി ശിവശങ്കര പിള്ളയ്ക്ക് 1984 എന്ത് കിട്ടുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത്. ഇനി ഇവിടെ ഓർത്തു വെക്കേണ്ടത് എം ടി വാസുദേവൻ നായരാണ്. എം ടി വാസുദേവൻ നായർക്ക് 1995 എന്ത് ലഭിക്കുന്നു? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. ഓർത്തു വെക്കണേ. 1965, 1980, 1984, അത് കഴിഞ്ഞ് പിന്നെ എങ്ങോട്ടാ പോകുന്നത്? 1995. ഇത് ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി, പിന്നെ ആരാണ്? എം ടി വാസുദേവൻ നായർ. അതിനുശേഷം ONV കുറുപ്പിന് കിട്ടുന്നു 2007. ONV 2007. അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019. 2019 ആർക്ക് ലഭിക്കുന്നു? അക്കിത്തം അച്യുതൻ നമ്പൂതിരി.
ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്തും. ഇപ്പൊ ലഭിച്ച മലയാളികളെ എന്ത് ചെയ്യാം, ഒന്ന് ഓർത്തു വെക്കാം. അപ്പൊ ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി, വാസുദേവൻ നായർ, ഒ എൻ വി കഴിഞ്ഞിട്ടാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 65, 80, 84, 95, 2007, 2019 ഓർമ്മയിൽ ഉണ്ടാവണേ. ഇനി നമുക്ക് ലാസ്റ്റ് ഭാഗത്തിലോട്ട് പോവാം. ലാസ്റ്റ് അല്ല, പത്രപ്രവർത്തനം കൂടി ഉണ്ട്. മലയാളത്തിലെ പത്രപ്രവർത്തനങ്ങളെ പറ്റിയിട്ട് നമ്മുടെ സിലബസിൽ പറയുന്നതാണ് അല്ലെ. അപ്പൊ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മലയാളത്തിലെ ആദ്യ പത്രം ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഏതാണ് മലയാളത്തിലെ ആദ്യ പത്രം എന്ന് പറയുന്നത്? ഏതാണ്? രാജ്യസമാചാരമാണ് അല്ലെ. നമുക്കറിയാം തലശ്ശേരി ഇല്ലിക്കുന്ന് പ്രസിൽ നിന്നാണ് ഏത് പ്രസിദ്ധീകരിക്കുന്നത്? രാജ്യസമാചാരം പ്രസിദ്ധീകരിക്കുന്നത് 1847 വളരെ ഇമ്പോർട്ടന്റ് ആണ് വർഷം. 1847 1847 രാജ്യസമാചാരം എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരിക്കുന്നത്. മലയാളത്തിലെ ആദ്യ പത്രമാണ് ഏത്? രാജ്യസമാചാരം എന്ന് പറയുന്നത്. 1847 തലശ്ശേരി ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ആരാണ് ഇതിന്റെ ഈ രാജ്യസമാചാരത്തിന്റെ അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്നത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് ആണ് അല്ലെ. ഹെർമൻ ഗുണ്ടർട്ടിന്റേതാണ് രാജ്യസമാചാരം എന്ന് പറയുന്ന പത്രം. അതിനുശേഷം പ്രസിദ്ധീകരിച്ച മറ്റൊരു പത്രമാണ് പശ്ചിമോദയം എന്ന് പറയുന്നത്. പറയുമ്പം രണ്ടും ഒരേ വർഷം തന്നെയാണ്, 1847. പക്ഷെ ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് ഏതാണ്? രാജ്യസമാചാരം. കാരണം ഇത് ജൂണിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. മറ്റേത് പശ്ചിമോദയം ആണെങ്കിൽ ഒക്ടോബറിലാണ് കേട്ടോ. അപ്പം മലയാളത്തിലെ ആദ്യ പത്രം ചോദിച്ചാൽ അതേതാണ്? രാജ്യസമാചാരമാണ്, 1847. അതേ വർഷം 1847 തന്നെയാണ് ഏതും വരുന്നത്? പശ്ചിമോദയം വരുന്നത്. ഒക്ടോബർ മാസത്തിലാണ്. അതാണ് മലയാളത്തിലെ രണ്ടാമത്തെ പത്രം എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന പത്രവും എവിടെ നിന്ന് തന്നെയാണ്? തലശ്ശേരിയിലുള്ള ഇല്ലിക്കുന്ന് പ്രസിൽ നിന്ന് തന്നെയാണ് ഈ പറയുന്ന പശ്ചിമോദയവും പ്രസിദ്ധീകരിക്കുന്നത്. രണ്ടും ആരുടെ തന്നെയാണ്? ഹെർമൻ ഗുണ്ടർട്ട് ആണ്. അപ്പൊ രാജ്യസമാചാരവും പശ്ചിമോദയവും ഒക്കെ ആരുടേത് തന്നെയാണ്? ഹെർമൻ ഗുണ്ടർട്ടിന്റേതാണെന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്തത്, മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മാഗസിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ജ്ഞാന നിക്ഷേപമാണ് കേട്ടോ. മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മാഗസിൻ ഏതാണ്? ജ്ഞാന നിക്ഷേപമാണ്. അതുപോലെ തിരുവിതാംകൂറിൽ നിന്നുള്ള ആദ്യ പത്രം കൂടിയാണ് ഏത്? ഈ പറയുന്ന ജ്ഞാന നിക്ഷേപം. അപ്പൊ തിരുവിതാംകൂറിൽ നിന്നുള്ള ആദ്യ പത്രം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? ജ്ഞാന നിക്ഷേപമാണ്. മലയാള ഭാഷയിലാണ് ഈ ഒരു പത്രം അല്ലെങ്കിൽ ഈ ഒരു മാഗസിൻ അച്ചടിച്ചിട്ടുള്ളത്. അതേതാണ്? ജ്ഞാന നിക്ഷേപം. എവിടെ നിന്നാണ്? CMS പ്രസ്, കോട്ടയത്തെ CMS പ്രസിൽ നിന്നാണ് ജ്ഞാന നിക്ഷേപം പ്രസിദ്ധീകരിക്കുന്നത്. 1848 ഓർത്തു വെക്കണേ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് തരാം. മലയാളത്തിലെ ആദ്യ പത്രം, ഇത് ഒരുപാട് തവണ ചോദിച്ചൊരു ഭാഗമാണ് കേട്ടോ. അപ്പൊ മലയാളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരമാണ്. 1847 ഈ ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നത്. അധികകാലം ഒന്നും ഉണ്ടായിരുന്നില്ല. 1850 ആയപ്പോഴേക്കും ഇതെന്ത് ചെയ്തു? പ്രസിദ്ധീകരണമൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ 1850 അതിന്റെ പ്രസിദ്ധീകരണം നിർത്തുന്നുണ്ട്. തലശ്ശേരി ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഹെർമൻ ഗുണ്ടർട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മലയാളത്തിലെ രണ്ടാമത്തെ പത്രം ചോദിച്ചാൽ അതേതാണ്? പശ്ചിമോദയാണ്. അതും ഈ പറയുന്ന 1847 തന്നെയാണ് പ്രസിദ്ധീകരിക്കുന്നത്. എവിടെയാണ്? തലശ്ശേരി ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്ന് തന്നെയാണ് ഇതും പ്രസിദ്ധീകരിക്കുന്നത്. ഹെർമൻ ഗുണ്ടർട്ടിന്റെ തന്നെയാണ്. ഇനി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മാഗസിൻ ചോദിച്ചാൽ അതേതാണ്? അത് ജ്ഞാന നിക്ഷേപമാണ്. ജ്ഞാന നിക്ഷേപമാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പത്രം എന്നറിയപ്പെടുന്നതും ഇത് തന്നെയാണ്, ജ്ഞാന നിക്ഷേപമാണ്. പ്രസിദ്ധീകരിച്ചത് 1848 അപ്പൊ ഇത് രണ്ടും നമ്മൾ പറഞ്ഞത് 47 ആണെങ്കിൽ 1848 ജ്ഞാന നിക്ഷേപം പ്രസിദ്ധീകരിക്കുന്നത്. CMS പ്രസ് കോട്ടയത്ത് നിന്നാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് എന്നും കൂടി ഓർത്തു വെക്കാം. ഇനി അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം ചോദിച്ചാൽ അതേതാണ്? അത് പശ്ചിമ താരക അഥവാ വെസ്റ്റേൺ സ്റ്റാർ. അല്ലെങ്കിൽ വെസ്റ്റേൺ സ്റ്റാർ എന്ന് കാണും, അല്ലെങ്കിൽ പശ്ചിമ താരക, രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. അപ്പൊ പശ്ചിമ താരക അഥവാ വെസ്റ്റേൺ സ്റ്റാർ ആണ് കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം എന്ന് പറയുന്നത്. 1864 ഈ ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, അത്രയും കാര്യം അവിടെ ഓർത്തു വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് പത്രങ്ങളാണ്. ഒന്ന് മിതവാദി. മിതവാദി ആരാണ് സ്ഥാപകൻ? ശിവശങ്കരനാണ് മിതവാദി എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചെടുത്തത്. അതിന്റെ പത്രാധിപനായിരുന്നു ആര്? മൂർക്കോത്ത് കുമാരൻ. ഇദ്ദേഹത്തെയാണ് അധികം ചോദിക്കാറുള്ളത്. മിതവാദി പത്രത്തിന്റെ ആദ്യ പത്രാധിപൻ ആര് എന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? മൂർക്കോത്ത് കുമാരൻ. മിതവാദിയുടേത് മൂർക്കോത്ത് കുമാരൻ. അതുപോലെ കുമാരനാശാന്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ച പത്രം കൂടിയാണ് ഏത്? മിതവാദി എന്ന് പറയുന്നത്. അപ്പൊ കുമാരനാശാന്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ച പത്രമാണ് ഏത്? മിതവാദി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു പ്രത്യേകതയാണ് തീയരുടെ ബൈബിൾ. തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? അതും മിതവാദിയാണ്. തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് മിതവാദിയാണ്. ഇതിന്റെ എഡിറ്റർ ആയിരുന്നു ആര്? C. കൃഷ്ണൻ എന്ന് പറയുന്നത്.
അപ്പൊ സി കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഈ ഒരു മിതവാദിയുടെ എഡിറ്റർ ആയിട്ട് ഉണ്ടായിരുന്നത്. അത്രയും കാര്യങ്ങളൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, ഓർത്തു വെക്കണം. ഒന്ന്, ഇത് ഈ മിതവാദി ശരിക്കും സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ശിവശങ്കരനാണ്. അതിന്റെ ആദ്യ പത്രാധിപനാണ് ആരെന്ന് പറയുന്നത് മൂർക്കോത്ത് കുമാരൻ എന്ന് പറയുന്നത്. കുമാരനാശാന്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ച പത്രം കൂടിയാണ് ഏതാ മിതവാദി എന്ന് പറയുന്നത്. തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നതാണ് ഏത് മിതവാദി. ഇതിന്റെ എഡിറ്റർ ആരായിരുന്നു സി കൃഷ്ണനാണ്. ഇനി അടുത്തത് നമ്മുടെ സ്വദേശാഭിമാനി. നമുക്കറിയാം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളേനെ ആയിരിക്കും കൂടുതൽ പേർക്ക് അറിയാം. പക്ഷെ ഈ ഒരു പത്രം ശരിക്കും സ്ഥാപിക്കുന്നത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലെ. പിന്നീട് അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഈ പത്രം ആര് ഏറ്റെടുക്കുകയായിരുന്നു? രാമകൃഷ്ണ പിള്ള ഏറ്റെടുക്കുകയായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്വദേശാഭിമാനി എന്ന് പറയുന്ന ആ ഒരു പത്രത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതുപോലെ ഇതിന്റെ ആദ്യ പത്രാധിപൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് CP ഗോവിന്ദ പിള്ളയാണ് കേട്ടോ. ഈ പറയുന്ന സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപൻ എന്ന് പറയുന്നത് ആരാണ്? CP ഗോവിന്ദ പിള്ള. ഓക്കെ, ഇനി ഒന്ന് രണ്ടല്ല കുറച്ച് പത്രങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. അതിന്റെ സ്ഥാപകരെ പറ്റിയിട്ടാണ് ചോദിക്കാറുള്ളത്. അതിലൊന്നാണ് അൽ അമീൻ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. അൽ അമീൻ എന്ന് പറയുന്ന പത്രം ആരുടേതാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ പത്രമാണ് ഏത്? അൽ അമീൻ എന്ന് പറയുന്നത്. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ പത്രമാണ് ഏത്? അൽ അമീൻ. അതുപോലെ സുജന നന്ദിനി ആരുടേതാണ്? പറവൂർ കേശവൻ ആശാന്റെ പത്രമാണ് ഏത്? സുജന നന്ദിനി എന്ന് പറയുന്നത്. സുജന നന്ദിനി പറവൂർ കേശവൻ ആശാന്റെ പത്രമാണെന്ന് ഓർത്തു വെക്കുക. കേരള കൗമുദി ആണെങ്കിലോ CV കുഞ്ഞിരാമന്റേതാണ് അല്ലെ. CV കുഞ്ഞിരാമന്റേതാണ് കേരള കൗമുദി പത്രം എന്ന് പറയുന്നത്. പ്രഭാതം ആരുടേതാണ്? പ്രഭാതം ചോദിച്ചതാണ്. EMS നമ്പൂതിരിപ്പാട് അല്ലെ. EMS നമ്പൂതിരിപ്പാടിന്റെ പത്രമാണ് ഏത്? പ്രഭാതം എന്ന് പറയുന്നത്. അതുപോലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മുസ്ലിം അൽ ഇസ്ലാം ആരുടെ പത്രമാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പത്രമാണ് മുസ്ലിമും അതുപോലെ തന്നെ അൽ ഇസ്ലാമും. മുസ്ലിം അൽ ഇസ്ലാം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പത്രമാണെന്ന് ഓർത്തു വെക്കുക. കേസരി ആണെങ്കിലോ കേസരി ബാലകൃഷ്ണ പിള്ളയുടേതാണ്. കേരള പത്രിക ആണെങ്കിൽ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോന്റെ പത്രമാണ് ഏത്? കേരള പത്രിക എന്ന് പറയുന്നത്. ഓർത്തു വെക്കണേ. അൽ അമീൻ ആണെങ്കിൽ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. സുജന നന്ദിനി ആണെങ്കിലോ പറവൂർ കേശവൻ ആശാന്റേതാണ് സുജന നന്ദിനി എന്ന് പറയുന്നത്. കേരള കൗമുദി ആണെങ്കിൽ കേരള കൗമുദി CV കുഞ്ഞിരാമന്റേതാണ്. പ്രഭാതമാണെങ്കിൽ ആരുടേതായിരുന്നു? EMS നമ്പൂതിരിപ്പാട്. പ്രഭാതം എന്ന് പറയുന്ന പത്രം ആരുടേതാണ്? EMSന്റേതാണ്. മുസ്ലിമും അൽ ഇസ്ലാമും വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പത്രമാണ്. കേസരി ആണെങ്കിലോ ബാലകൃഷ്ണ പിള്ള അല്ലെ. ബാലകൃഷ്ണ പിള്ളയുടേതാണ്. കേരള പത്രിക ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോന്റേതാണ്. ഓക്കെ അല്ലേ. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ പത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഭാഗത്തിലോട്ടേക്ക് പോകാം. ലാസ്റ്റ് ഭാഗം ഓക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് ഭാഗം സിനിമയാണ്. മലയാള സിനിമയെ പറ്റിയിട്ടാണ് ഇനി പഠിക്കാനുള്ളത്. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയുടെ പിതാവ് ആരായിരുന്നു? മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് JC ഡാനിയൽ ആണ് അല്ലെ. JC ഡാനിയൽ ആണ് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഏതായിരുന്നു? മലയാളത്തിലെ ആദ്യത്തെ സിനിമ വിഗതകുമാരനാണ് അല്ലെ. മലയാളത്തിലെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ JC ഡാനിയലിന്റെ സിനിമയാണ് ഏത്? വിഗതകുമാരൻ എന്ന് പറയുന്നത്. അപ്പൊ മലയാള സിനിമയുടെ പിതാവ് എന്ന് ആ ഒരു പേര് കൊണ്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ വിഗതകുമാരനാണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമ. 1928 ഈ ഒരു സിനിമ റിലീസാവുന്നത്. 1928 വിഗതകുമാരനാണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമ. അത് സംവിധാനം ചെയ്ത വ്യക്തിയാണ് ആര്? JC ഡാനിയൽ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് പിന്നീട് മലയാള സിനിമയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ മലയാള സിനിമയിലെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രം ചോദിച്ചാൽ അതേതാണ്? മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. ഒരു ചരിത്ര നോവലിനെ ആസ്പദമാക്കിയിട്ട് എടുത്തിട്ടുള്ള ആദ്യ മലയാള സിനിമ കൂടിയാണ് ഏത്? മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. PV റാവു ആണത് സംവിധാനം ചെയ്തിട്ടുള്ളത്. PV റാവു, മാർത്താണ്ഡവർമ്മ, PV റാവു. അപ്പം മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് മലയാള സിനിമയിലെ അല്ലെങ്കിൽ മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രമാണ് ഏത്? മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. PV റാവു സംവിധാനം ചെയ്തതാണ്. എന്നാൽ ഇതൊന്നും എന്തല്ല ശബ്ദം ഉണ്ടായിരുന്നില്ല അല്ലെ. ഈ പറയുന്ന വിഗതകുമാരനും മാർത്താണ്ഡവർമ്മയൊന്നും ശബ്ദത്തിലല്ലായിരുന്നു ഈ ഒരു സിനിമകളൊന്നും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രം ചോദിച്ചാൽ അതേതാണ്? ബാലനാണ് കേട്ടോ. ബാലന്മാരല്ലേ സൗണ്ട് ഉണ്ടാക്കുക. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രം ചോദിച്ചാൽ അത് ബാലനാണ്. S നൊട്ടാണിയാണ് ഈ പറയുന്ന ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പൊ ബാലൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? S നൊട്ടാണിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത്. 1938
അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മലയാളത്തിലെ ആദ്യ സിനിമ 1928-ലാണ്. അതിനുശേഷം 10 വർഷം കഴിഞ്ഞ് 1938-ലാണ് ആദ്യത്തെ ഒരു ശബ്ദ സിനിമ വരുന്നത് അല്ലെ. ഏതാണ് ശബ്ദ സിനിമ? ബാലനാണ്. എസ് നൊട്ടാണിയാണ് ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇനി മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദ ചലച്ചിത്രം ചോദിച്ചാൽ അത് ഏതാണ്? ജ്ഞാനാംബികയാണ് കേട്ടോ. ഓർത്തു വെക്കണം, മാറരുത്. മലയാളത്തിലെ ആദ്യ ചിത്രം ചോദിച്ചാല് വിഗതകുമാരനാണ്. രണ്ടാമത്തതാണെങ്കിൽ മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ ചരിത്ര നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന സിനിമ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രം ചോദിച്ചാൽ അത് ബാലനാണ്. മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദ ചിത്രം ചോദിച്ചാൽ അത് ജ്ഞാനാംബികയാണ്. ഓക്കെ. ഇനി മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമ ഏതായിരുന്നു? ജീവിത നൗകയാണ് കേട്ടോ. അപ്പൊ അന്നത്തെ ആദ്യത്തെ കാലങ്ങളിൽ അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമയായിട്ടുള്ളത് ഏതായിരുന്നു? ജീവിത നൗക. ഇപ്പൊ നമുക്കറിയില്ലേ, ലോക എത്ര കോടിയാണ്? 300 കോടി ക്ലബിൽ ഇടം നേടിയതാണ് അല്ലെ. അപ്പം ആദ്യമായിട്ട് അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമ എന്ന് പറയുന്നത് ഏതായിരുന്നു? ജീവിത നൗകയാണെന്ന് ഓർത്തു വെക്കുക. ഇനി ഓസ്കാർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള സിനിമ ഏതാണ്? അത് ഗുരുവാണ്. നമ്മുടെ മോഹൻലാലൊക്കെ അഭിനയിച്ച സിനിമയിലെ ഗുരു, അതായിരുന്നു ഓസ്കാർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാള സിനിമ എന്ന് പറയുന്നത്. എന്നാൽ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് നേടിയ മലയാള ചലച്ചിത്രം ചോദിച്ചാൽ അതേതാണ്? നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണന്റെ എലിപ്പത്തായമാണ്. എലിപ്പത്തായം എന്ന് പറയുന്ന സിനിമ, ആ സിനിമയ്ക്കായിരുന്നു ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡ് നേടിക്കൊടുത്ത ആദ്യത്തെ മലയാള ചലച്ചിത്രം എന്ന് പറയുന്നത്. അപ്പൊ എലിപ്പത്തായം ആരാ സംവിധാനം ചെയ്തത്? അടൂർ ഗോപാലകൃഷ്ണനാണ്. നമുക്കറിയാം അടൂർ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് അല്ലെ. ആദ്യത്തെ വ്യക്തിയല്ല, ആദ്യത്തെ മലയാളിയാണ്. രണ്ടാമത്തെ മലയാളിയാണ് ആര്? നമ്മുടെ മോഹൻലാൽ എന്ന് പറയുന്നത്. മോഹൻലാൽ ആദ്യമായിട്ടല്ല മോഹൻലാലിന് കിട്ടുന്നത്. അപ്പൊ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളി ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹം സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ സിനിമയായിട്ടുള്ള എലിപ്പത്തായമാണ് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് നേടിയിട്ടുള്ള മലയാള ചലച്ചിത്രം എന്ന് പറയുന്നത്. ഇനി ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ മലയാള സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ അടൂർ ഗോപാലകൃഷ്ണനാണ്. അതായത് ആദ്യമായിട്ട് ഒരു ദേശീയ അവാർഡില് ഏത് മലയാള സംവിധായകനാണ് കിട്ടിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ആർക്കാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ സിനിമയായിട്ടുള്ള സ്വയംവരം എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിന് ആദ്യമായിട്ട് എന്ത് കിട്ടുന്നു? ദേശീയ അവാർഡ് ലഭിക്കുന്നു. അതായത് മലയാള സംവിധായകരിൽ ആദ്യമായിട്ടൊരു ദേശീയ അവാർഡ് ലഭിക്കുന്നത് ആർക്കാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹത്തിന് ഏത് സിനിമയ്ക്കായിരുന്നു? സ്വയംവരം. ഇനി മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം ചോദിച്ചാൽ അതേതാണ്? കണ്ടം വെച്ച കോട്ടാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ പറഞ്ഞു. മലയാളത്തിലെ ആദ്യത്തെ ചിത്രം വിഗതകുമാരൻ, ശബ്ദചിത്രം ബാലൻ. അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ, ഇതൊന്നും കളർ ചിത്രങ്ങളല്ലായിരുന്നു. എന്നാൽ മലയാളത്തിൽ വന്നിട്ടുള്ള ആദ്യത്തെ കളർ ചിത്രം ചോദിച്ചാൽ അതേതാണ്? കണ്ടം വെച്ച കോട്ടാണ്. ഓക്കെ, കോട്ട് നല്ല കളർഫുൾ ആയിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രമാണ് ഏത്? കണ്ടം വെച്ച കോട്ട്. ഇനി മലയാളത്തിലെ ആദ്യത്തെ 3D ചലച്ചിത്രം ചോദിച്ചാൽ അതേതാണ്? മൈ ഡിയർ കുട്ടിച്ചാത്തനാണ് അല്ലെ. അന്നത്തെ കാലത്തെ ആദ്യത്തെ 3D ചിത്രമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ 3D ചലച്ചിത്രം ഏതാണ്? മൈ ഡിയർ കുട്ടിച്ചാത്തനാണ്. ഇനി മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ ചോദിച്ചാൽ അതേതാണ്? മൂന്നാമതൊരാള്. അതായത് ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു ഡിജിറ്റൽ സിനിമ വന്നത് ഏത് സിനിമയാണെന്ന് ചോദിച്ചാൽ മൂന്നാമതൊരാളാണ്. ഓക്കെ, മൂന്നാമതൊരാള് ജയറാമും സമൃദ്ധ സുനിലൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ് മൂന്നാമതൊരാൾ എന്ന് പറയുന്നത്. അതിനാണ് മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ എന്ന് പറയുന്നത്. ഇനി മലയാളത്തിലെ ആദ്യത്തെ പുരാണ ചിത്രം ചോദിച്ചാൽ അതേതാണ്? പ്രഹ്ലാദയാണ് കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ പുരാണ ചിത്രം ചോദിച്ചാൽ അത് പ്രഹ്ലാദയാണ്. ഇനി ദേശീയ അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ആദ്യം ദേശീയ അവാർഡ് ലഭിച്ച ആദ്യത്തെ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് അല്ലെ. അതുപോലെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് ആദ്യത്തെ മലയാള നടൻ ആരാണെന്ന് ചോദിച്ചാൽ PJ ആന്റണിയാണ്. നിർമാല്യം എന്ന സിനിമയിലെ അഭിനയത്തിന് PJ ആന്റണിക്ക് ആദ്യമായിട്ട് ദേശീയ അവാർഡ് ലഭിക്കുകയാണ്. അപ്പൊ ദേശീയ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ മലയാള നടനാണ് ആര്? PJ ആന്റണി. ഏതാണ് സിനിമ? നിർമാല്യം എന്ന സിനിമയിലാണ്. എന്നാൽ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ മലയാള നടി, മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ മലയാള നടി ആരാണ്? ശാരദയാണ്. ശാരദ ഏതാ സിനിമ? തുലാഭാരം. PJ ആന്റണി നിർമാല്യമാണെങ്കിൽ ശാരദ ഏത് സിനിമയിലെ അഭിനയത്തിനാണ്? തുലാഭാരം എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിക്കുന്നത്. ഇനി അടുത്ത് നോക്കാം, മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ച സിനിമ ചോദിച്ചാൽ അതേതാണ്? മലയാള സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ചെമ്മീനാണ്. രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത സിനിമയാണ് ഏത്? ചെമ്മീൻ എന്ന് പറയുന്നത്. മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ മലയാള സിനിമയാണ് ഏത്? ചെമ്മീൻ എന്ന് പറയുന്നത്. ആരാണ് സംവിധാനം ചെയ്തത്? രാമു കാര്യാട്ട്. ഓർത്തു വെക്കണേ, കാരണം ഈ പറയുന്ന ചെമ്മീന്
രാഷ്ട്രപതിയുടെ സ്വർണ്ണ കമലം അവാർഡ് നേടിയിട്ടുള്ള ചിത്രം കൂടിയാണ്. രാഷ്ട്രപതിയുടെ സ്വർണ്ണ കമലം അവാർഡ് നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ ചിത്രം കൂടിയാണ് ഏത്? ചെമ്മീൻ എന്ന് പറയുന്നത്. ചെമ്മീൻ സംവിധാനം ചെയ്തത് ആരാണ്? രാമു കാര്യാട്ട്. ഓക്കെ. ഇനി മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് നേടിയ മലയാള സംവിധായകൻ നമ്മൾ പറഞ്ഞു അല്ലെ, ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. സ്വയംവരം എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തതിനാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് എന്ത് കിട്ടുന്നത്? ദേശീയ അവാർഡ്, സംവിധായകനുള്ള ദേശീയ അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങള് ഓർത്തു വെക്കാം. അപ്പൊ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഒന്ന് സ്പീഡിൽ ഞാൻ റിവൈസ് ചെയ്ത് തരാം. മലയാള സിനിമ എന്ന് പറയുമ്പോൾ മലയാള സിനിമയുടെ പിതാവ് ആരാണ്? JC ഡാനിയൽ ആണ്. മലയാളത്തിലെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് വിഗതകുമാരനാണ്. വിഗതകുമാരൻ എന്നാണ് 1928 റിലീസ് ചെയ്യുന്നത്. മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രം ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയാണ്. PV റാവു ആണ് സംവിധാനം ചെയ്യുന്നത്. ചരിത്ര നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ള ചിത്രമാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ചോദിച്ചാൽ അതേതാണ്? ബാലനാണ്. ബാലൻ സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? S നൊട്ടാണിയാണ്. ഇനി മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദ ചലച്ചിത്രം ചോദിച്ചാൽ അതേതാണ്? ജ്ഞാനാംബികയാണ്. അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമ ഏതാണ്? ജീവിത നൗകയാണ്. ഇനി ഓസ്കാർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാള സിനിമ ഏതാണ്? അത് ഗുരുവാണ്. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് നേടിയ മലയാള ചലച്ചിത്രം ചോദിച്ചാൽ അത് എലിപ്പത്തായമാണ്. അടൂർ ഗോപാലകൃഷ്ണനാണ് സംവിധാനം ചെയ്തത്. ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള സംവിധായകൻ കൂടിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിനാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത്. രണ്ടാമത്തെ മലയാളിയാണ് നമ്മുടെ മോഹൻലാല്. അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം ചോദിച്ചാൽ അതേതാണ്? കണ്ടം വെച്ച കോട്ടാണ്. ആദ്യത്തെ 3D ചിത്രം ചോദിച്ചാൽ അത് മൈ ഡിയർ കുട്ടിച്ചാത്തനാണ്. ആദ്യത്തെ ഡിജിറ്റൽ സിനിമ എന്ന് പറയുന്നത് മൂന്നാമതൊരാളാണ്. അതുപോലെ ആദ്യത്തെ പുരാണ ചിത്രം ചോദിച്ചാൽ അതേതാണ്? പ്രഹ്ലാദയാണ്. ഇനി മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ആദ്യമായിട്ട് മലയാളി PJ ആന്റണിയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ സിനിമയായ നിർമാല്യത്തിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ദേശീയ അവാർഡ് ലഭിക്കുന്നത്. നടി ചോദിച്ചാല് ശാരദയാണ്. തുലാഭാരം എന്ന സിനിമയിലെ അഭിനയത്തിനാണ്. ഇനി ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ആദ്യത്തെ മലയാള ചിത്രം ചോദിച്ചാൽ ചെമ്മീനാണ്. രാമു കാര്യാട്ടാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിനല്ല, ആ ഒരു സിനിമയ്ക്ക് രാഷ്ട്രപതിയുടെ സ്വർണ്ണ കമലം അവാർഡ് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, ഒന്നുകിൽ സ്പീഡിൽ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്ട് നോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് രണ്ട് തവണ വായിച്ചെടുക്കാം. വരും ദിവസങ്ങളിൽ ഒരു നല്ല റിവിഷനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പരീക്ഷ ആകുമ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ അവിടെ മെമ്മറിയിൽ ഉണ്ടായിക്കോളും. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്